സ്തോത്രം. കർത്താവ് തന്ന നല്ല അവസരത്തിന് സ്തോത്രം. എൽബെഥേൽ AGയുടെ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ മാതാപിതാക്കളെ, സഹോദരങ്ങളെയും നിങ്ങളെല്ലാം യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വന്ദനം ചെയ്യുന്നു. വിശേഷ പ്രിയ റീച്ചാനായി സ്തോത്രം. കർത്താവിൻ്റെ ദാസനെ കർത്താവിൽ വന്ദനം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ആലോചന തന്നു. കർത്താവിന് സ്തോത്രം. നമ്മുടെ ഓൺലൈനിൽ കൂടെ വാച്ച് ചെയ്യുന്നവരെ കർത്താവിൽ വന്ദനം ചെയ്യുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ബ്രേക്കിംഗ് ദ ജനറേഷണൽ പ്രോബ്ലം. പാരമ്പര്യമായിട്ട് പിന്തുടരുന്ന, തലമുറകളായിട്ട് പിന്തുടരുന്ന ആ പാരമ്പര്യ ശക്തികളെ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ നിന്ന് അതിനെ ബ്രേക്ക് ചെയ്ത് കളയും, തകർത്ത് കളയുക. കാരണം ഇതിൻ്റെ എല്ലാം പുതിയ നിയമത്തിലുണ്ടോ ഇല്ലയോ എന്ന് തുടങ്ങിയുള്ള അനേക വേർഡുകൾ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങളോട് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് അതിൻ്റെ കഴിഞ്ഞ ദിവസം ഞാൻ ജനറേഷണൽ കേഴ്സസ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഞാൻ എടുത്തു. ദൈവവചനത്തിനകത്തൂടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഞാൻ ഒരു വെളിയിൽ നിന്ന് 90% കാര്യം ദൈവവചനത്തെ നിങ്ങളെ പഠിപ്പിച്ചു. ഒരു 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞു കാണും. ബൈബിളിലെ വചനങ്ങൾ എത്ര വചനഭാഗങ്ങൾ, എത്ര നിങ്ങളിത് എഴുതിയെടുത്ത് പോയി ശോധന ചെയ്തു. ഇതിൻ്റെ കാരണങ്ങൾ ദൈവം എന്നെ ഏൽപ്പിച്ച, ദൈവവചനത്തിൽ ഏൽപ്പിച്ച ശുശ്രൂഷ. കാരണം എനിക്കത് പഠിപ്പിച്ചേ പറ്റൂ. കാരണം ദൈവം ഓരോരുത്തർക്കും ഓരോ ശുശ്രൂഷ കൊടുക്കും. അത് കർത്താവിൻ്റെ വചനത്തിൻ്റെ പൊരുളും അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കും. വചനത്തിലില്ലാത്തതൊന്നും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണ്ട. വചനത്തിൻ്റെ പൊരുൾ തുറന്നു കൊടുക്കും. നോക്കിയേ, ഇതെല്ലാം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു. ഓരോ കാര്യങ്ങൾ ദൈവവചനത്തിലുള്ളത്, ലിസ്റ്റ് ഓഫ് കേഴ്സസ്, ബൈബിളിൽ പറഞ്ഞേക്കുന്നത്, റീസൺ ഓഫ് കേഴ്സസ്, ഇതെല്ലാം കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ചു. കഴിഞ്ഞ ആഴ്ച ആ പഠിപ്പിച്ച ക്ലാസ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രഡീഷണൽ സ്പിരിച്വൽ പവേഴ്സ്. പാരമ്പര്യമായിട്ട് പിന്തുടരുന്ന പൈശാചിക ശക്തികൾ. അപ്പം നിങ്ങൾ ഓർക്കും, എന്തോ പാസ്റ്റർ പറയുന്നത്? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞ ഒരു വ്യക്തിയെ പാരമ്പര്യ പൈശാചിക ശക്തികൾ പിന്തുടരുമോ? അങ്ങനെ വരുമോ എന്ന് നമുക്ക് ചിന്തിക്കാം. പക്ഷെ നമുക്ക് ഇത് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നതിനകത്ത് ചില കാര്യങ്ങളോടെ ഉള്ളൂ നമുക്ക് പ്രശ്നം. കാരണം ഇതെന്താണെന്നറിയാമോ? നമ്മൾ ഇന്ന് വരെ കേട്ടേക്കുന്ന അങ്ങനെ ഇല്ലെന്നാണ്. പക്ഷേ ഇത് അത് നമ്മളില്ലെന്ന് പറയുന്നത് കൊണ്ട് അതില്ലാതാകത്തുമില്ല. നമ്മളത് സത്യം മനസ്സിലാക്കാത്തടത്തോളം കാലം അതിന് നമ്മളെ തകർത്ത് കളഞ്ഞുകൊണ്ടിരിക്കാം. ഞാൻ ചില ഉദാഹരണങ്ങൾ ഞങ്ങളുടെ ലൈഫിൽ നിന്നും കൂടെ പറയാൻ പോവാം. ദൈവം എന്നെ പഠിപ്പിക്കുകയും മനസ്സിലാക്കുകയും കർത്താവിൻ്റെ കൃപയിൽ മനസ്സിലാക്കാൻ കൃപ തന്നതുകൊണ്ട് ഞാനിത് പറയാൻ വേണ്ടി പോവാം. ട്രഡീഷണൽ സ്പിരിച്വൽ പവേഴ്സ്, അങ്ങനെ പവേഴ്സ് ഉണ്ടോ? ഇപ്പം നമുക്കിതിന് മനസ്സിലാക്കാൻ ട്രഡീഷണൽ ക്യാരക്ടർ വരുമോ? അപ്പൻ്റെ അമ്മയുടെ സ്വഭാവം മക്കളുടെ മീതെ വരുമോ? അതെങ്ങനെ വരുന്നത്? വരും. അപ്പൻ്റെ അമ്മയുടെ ശരീരത്തിലുള്ള രോഗങ്ങൾ മക്കളുടെ മീതെ വരുമോ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിട്ട് സ്വഭാവം വരുമോ? പറഞ്ഞാട്ടെ ദൈവം മക്കളെ, വരും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവം ഉണ്ടോ? നിങ്ങൾ മിണ്ടാതിരിക്കുന്ന അവരെല്ലാം ഏഞ്ചൽസാ? നിങ്ങളുടെ വീട്ടിലെ പിള്ളേരെല്ലാം ഏഞ്ചൽസ് ആണോ? നിങ്ങളുടെ സ്വഭാവം നിങ്ങളുടെ മക്കൾക്കുണ്ടോ? നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ, സമ്മതിക്കാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെ മാതാപിതാക്കളുടെ സ്വഭാവം നിങ്ങൾക്കുണ്ടോ? ഉണ്ടോ? ഗസിയ ഉണ്ടോ? ഇഷ്ടം പോലെ ഉണ്ടല്ലേ? നമുക്കുണ്ട്. നമ്മളെല്ലാം അങ്ങനെ. നമ്മുടെ എല്ലാ മാതാപിതാക്കളുടെ സ്വഭാവം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടെങ്കിലും നമ്മുടെ മീത്, പക്ഷെ അത് നല്ല ഗുണങ്ങളുണ്ട്. നമ്മളെ നശിപ്പിക്കുന്ന ആ സ്വഭാവങ്ങളെ ഇതുപോലെയുള്ളൊരു അത് അക്സെപ്റ്റ് ചെയ്യാം നമുക്ക്. അതുപോലെയുള്ളൊരു കാര്യമാണ് ട്രഡീഷണൽ സ്പിരിച്വൽ പവേഴ്സ്. ഇതെന്തുവാന്ന് ഞാൻ പറയാൻ വേണ്ടി പോവാം. നിങ്ങൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഇത് നമുക്ക് ഒരു വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഒരു വാക്യം വായിച്ചുകൊണ്ട് എടുത്താട്ടെ. 1 ശമൂവേലിൻ്റെ പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങൾ ഒന്ന് വായിച്ചിട്ട്. 1 ശമൂവേലിൻ്റെ പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങൾ വായിച്ചാട്ടെ. രാജാവ് അവളോട്, ഭയപ്പെടേണ്ട, നീ കാണുന്നത് എന്ത് എന്ന് ചോദിച്ചതിന്, ഒരു ദേവൻ ഭൂമിയിൽ നിന്ന് കയറി വരുന്നത് ഞാൻ കാണുന്നു എന്ന് സ്ത്രീ ശൗലിനോട് പറഞ്ഞു. അവൻ അവളോട്, അവന്റെ രൂപം എന്ത് എന്ന് ചോദിച്ചതിന് അവൾ, ഒരു വൃദ്ധൻ കയറി വരുന്നു, അവൻ ഒരു അങ്കിയും ധരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാറെ അത് ശമൂവേൽ എന്നറിഞ്ഞ് ശൗൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. മതി ആൻറ്റി, അവിടെ വായിക്കാൻ പോയ ഒത്തിരി കാര്യങ്ങൾ വായിക്കാനുണ്ട്, ശ്രദ്ധിച്ച് കേൾക്കാം. ശൗല്
ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അഭിഷേകം വീണൊരു അഭിഷക്തനായിരുന്നു. ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ, ശ്രദ്ധിച്ച് കേൾക്കണേ. അഭിഷക്തനായിരുന്നു. പക്ഷേ ഈ പുള്ളിക്ക് ദൈവം ഒരു നിയോഗം കൊടുത്തു. എന്തുവാ? അമാലേക്കിനെ തുടച്ചു കളയണം. അമാലേക്കിനെ തുടച്ചു കളയാത്തത് കൊണ്ടാണ്, ആ വിഷയം ചില്ലറ വിഷയമല്ല, തുടച്ചു കളയാത്തത് കൊണ്ടാണ് അവൻ്റെ മീതെ കിടന്ന അഭിഷേകത്തെ ദൈവം മാറ്റിക്കളഞ്ഞു. എടേ, ഞാൻ ഇനി അവിടെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയെന്ന് ഇത് തീരത്തില്ല. ഒരു യുദ്ധം ചെയ്യാത്തത് കൊണ്ട്, അമാലേക്കിനെ തോൽപ്പിക്കാത്തത് കൊണ്ട് ദൈവം അത് മാറ്റിയോ? കാരണം ആ വിഷയം അത്ര സീരിയസ് ആണ്. അയ്യോ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? അമാലേക്കിനെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞ റൂട്ടൊന്നും ചില്ലറയല്ല. ഞാൻ പറഞ്ഞത് അനുസരിക്കായിക കൊണ്ട് ദൈവം ചിലത് നിങ്ങളെ ഏൽപ്പിക്കുമ്പം അതിൻ്റെ വെയിറ്റേജ് നിങ്ങൾ മനസ്സിലാക്കി വേണം, അതിൻ്റെ ഡെപ്ത് മനസ്സിലാക്കി വേണം അതിനുവേണ്ടി പ്രവർത്തിക്കാൻ കേട്ടോ. അവൻ ചെയ്തില്ല, അവൻ്റെ അഭിഷേകം നഷ്ടപ്പെട്ടു. ശമൂവേൽ പിന്നെ അവനെ കാണാനും പോയില്ല. അത് കഴിഞ്ഞിട്ട് ഇവൻ്റെ മേലിൽ ദുരാത്മാവ് വന്നു, ദൈവാത്മാവ് പോയി. ഇവൻ വെളിച്ചപ്പാടത്തിയെ തേടി ഇറങ്ങി. ഒരിക്കൽ വെളിച്ചപ്പാടത്തിമാരെ മന്ത്രവാദികളെല്ലാം കൊന്നു കളഞ്ഞവനാണ്. വേഷം മാറിപ്പോയി, കാരണം ആലോചന വേണം. കാരണം യുദ്ധം വരാൻ പോവുക, ഫെലിസ്തീനോട് യുദ്ധം വരാൻ പോവുക. നേരെ ചെല്ലുമ്പോൾ ഒരു വെളിച്ചപ്പാടത്തിൽ അടുക്ക ചെന്നു. ആ വെളിച്ചപ്പാടത്തിൽ അടുക്ക ചെന്നപ്പം വെളിച്ചപ്പാടത്തിൽ പറഞ്ഞു, ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ശൗൽ അറിഞ്ഞാൽ അവസാനം പുള്ളിക്കാരിയുടെ മന്ത്രവാദം ചെയ്യാൻ തുടങ്ങി. പുള്ളിക്കാരിയുടെ പരിപാടികൾ ചെയ്യാൻ തുടങ്ങിയപ്പം പുള്ളിക്കാരിക്ക് മനസ്സിലായി ഇത് ശൗല വന്നേക്കുന്നത്. ശൗലാന്ന് അറിഞ്ഞു, പേടിച്ചു. ശൗൽ പറഞ്ഞു, നിന്നെ കൊല്ലത്തില്ല, രാജാവ നിന്നെ കൊല്ലത്തില്ല, കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇത് പറഞ്ഞ് വിളിക്കാൻ പറഞ്ഞു, ശമൂവേലിനെ വിളിക്കാൻ പറഞ്ഞു. ശമൂവേലിനെ. ചോദ്യം നമ്പർ 1, ശമൂവേൽ എന്ത് ചെയ്യേ? ശമൂവേൽ മരിച്ചുപോയി. മരിച്ചുപോയവരെ വിളിക്കാൻ പറ്റുമോ? ഇനി തമ്പുരാൻ്റെ ഭയങ്കര അഭിഷേകം ആ തലമുറയിൽ ചുമന്ന, അഗ്നി ചുമന്ന, ഭയങ്കര കാട്ടിയുള്ള അഭിഷേകം ചുമന്ന 2 രാജാക്കന്മാരെ അഭിഷേകം ചെയ്യാൻ, ശൗലിനെയും ദാവീദിനെയും അഭിഷേകം ചെയ്യാൻ ദൈവം ഉപയോഗിച്ച ദൈവത്തിൻ്റെ അഭിഷക്തനെ, മരിച്ചുപോയ അഭിഷക്തനെ ഈ കള്ളപ്പിശാചി വിളിച്ചാൽ കയറി വരാനുള്ളതാണോ? ഈ പിശാചി വിളിച്ചാൽ, മന്ത്രവാദി വിളിച്ചാൽ കയറി വരാനുള്ളതാണോ കർത്താവിൻ്റെ അഭിഷക്തൻ? അല്ല. പിന്നെ അവിടെ എന്തോ ശമൂവേലെ കയറി വന്നെന്ന് എഴുതിയേക്കുന്നത്? പിന്നെ എന്തോ ശമൂവേലെ കയറി വന്നെന്ന് എഴുതിയേക്കുന്നേ? അതിനർത്ഥം ശമൂവേലല്ല കയറി വന്നേ. മരിച്ചു പോയവർ അവരൊരിക്കലും മടങ്ങി വരത്തില്ല. പിന്നെ ആരാ കയറി വന്നേ? ശമൂവേലിൻ്റെ വേഷം ധരിച്ച ദുരാത്മാക്കൾ. ഇനി അവിടെ നിർത്തി പല കാര്യങ്ങളെ ഞാൻ പഠിപ്പിക്കാം, പക്ഷെ ഇന്നത് പറയാൻ പോയി ഒത്തിരി സമയം പോകും. ഒരു വ്യക്തിയുടെ കൂടെ ദൂതന്മാരുള്ളതുപോലെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഓപ്പണിങ്ങുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചില വ്യക്തികളിലേക്കോ ചില കുടുംബത്തിലേക്കോ പിതാക്കന്മാർ, ഫാമിലി ട്രീ ഒന്ന് ഓർത്തെ, ഫാമിലി ട്രീ. ഒരു വല്യപ്പൻ അശുദ്ധ ശക്തികൾക്ക് ആ വസ്തുവകകളെല്ലാം അടിയറ വെച്ചു, അല്ലെങ്കിൽ യാഗം നടത്തി, ഹോമം ചെയ്തു, രക്തം വീഴിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും പാപപ്രവർത്തികൾ ചെയ്തോ അടിയറ വെച്ചോ ഈ കുടുംബത്തിലേക്ക് കയറി. ആ വല്യപ്പൻ മരിച്ചുപോയി. ഈ പിശാച് എവിടെ പോവും? പിശാച് എവിടെ പോവും? ആ പിശാച് വീട്ടിൽ തന്നെ കാണും. വല്യപ്പൻ മരിച്ചു, അടക്കപ്പെട്ടു. വല്യപ്പൻ്റെ വീട്ടിലേക്ക്, ആ ഫാമിലി ട്രീയിലേക്ക് കയറാൻ ഒരു വ്യക്തി അവസരം കൊടുത്തോണ്ട്, ലീഗൽ ഓപ്പണിങ് കൊടുത്തത് കൊണ്ട് പിശാചിനി ഇറങ്ങിപ്പോത്തില്ല. അവൻ്റെ ആ ലീഗൽ ഓപ്പണിങ്ങിനെ, ക്ലെയിമിനെ ക്യാൻസൽ ചെയ്യണം. അധികാരത്തോടുകൂടെ സുബോധത്തിൽ ക്യാൻസൽ ചെയ്യണം. സ്നാനപ്പെട്ടു, അവനിത് പോകത്തില്ല. അവൻ്റെ ക്ലെയിം നീ മാറ്റിക്കൊടുക്കണം, അതിനെ ക്യാൻസൽ ചെയ്യണം. യേശുവിൻ്റെ രക്തത്താലും നാമത്താലും നിന്റെ സുബോധത്തിൽ അറിഞ്ഞതിനെ ക്യാൻസൽ ചെയ്യണം. മനസ്സിലാകുന്നുണ്ടോ? ഈ വല്യപ്പൻ തുറന്നു കൊടുത്തു. ഈ മക്കളുടെ, ആ വല്യപ്പൻ്റെ മക്കൾ, അല്ലെ വല്യപ്പൻ്റെ മക്കൾ, അവരുടെ ജീവിതം ഇരുട്ടിലാണെങ്കിൽ, അവരുടെ ജീവിതം വെളിച്ചത്തിലല്ലെങ്കിൽ, സത്യത്തിലല്ലെങ്കിൽ,
ഈ പിശാചിനെ വളരെ ഈസി ആയിട്ട് ഇവരെ പിടിക്കാം. വളരെ, ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഒരു അപ്പൻ്റെ കൂടെയുള്ള ദുരാത്മാക്കൾ മക്കളിലേക്ക് എങ്ങനെ കയറുന്നേ? മക്കളുടെ ജീവിതം വെളിച്ചത്തിലല്ല, സത്യത്തിലല്ലെങ്കിൽ അവരെ കയറി ഈസി ആയിട്ട് പിടിക്കാം. ആ മക്കളിലേക്ക്, അവരുടെ ആ അപ്പന്മാർ മരിച്ചു, ആ മക്കളിലേക്ക്, അടുത്ത മക്കളിലേക്ക് ഇതിങ്ങനെ കൈമാറ്റം ചെയ്ത് വരുന്ന ആ വീട്ടിൽ വരുന്നതിനെ നമ്മുടെ മലയാളം ഭാഷ വിളിക്കുന്ന പേരാണ് കുലദൈവങ്ങൾ. ഇംഗ്ലീഷിൽ അതിന് വിളിക്കുന്ന പേര്, ഇങ്ങനെയുള്ളതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഫെമിലിയർ സ്പിരിറ്റ്സ്. ആ കുടുംബപരമായിട്ടുള്ള ആ സ്പിരിറ്റ്സ്, അതിൻ്റെ ലീഗൽ റൂട്ടുകളെ തകർത്ത് കളയണം. ഈ മരിച്ചുപോയ ശമൂവേലല്ല കയറി വന്നത് ആരാ? വേഷം ധരിച്ച ദുരാത്മാക്കൾ. അത് കയറി വന്നിട്ട് അത് വന്ന് പറഞ്ഞല്ലോ അടുത്ത ദിവസം യുദ്ധത്തിൽ നീ ഞങ്ങളുടെ കൂടെ ഇരിക്കുവന്നു. സത്യം പറയുമോ? അതെങ്ങനെ? പിശാച് വന്ന്, ചില പിശാചുക്കൾ വന്ന് കാര്യങ്ങളെ പറയും. ഇത് ഞാൻ സൂപ്പർ നാച്ചുറൽ പ്രൊട്ടക്ഷൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ഒരു വ്യക്തിയെ തകർത്ത് കളയണമെങ്കിൽ, അവൻ്റെ പ്രാണനെ തൊടണമെങ്കിൽ ദൈവത്തിൻ്റെ പെർമിഷൻ വേണം. ഇയ്യോബിനെ തൊടണമായിരുന്നെങ്കിൽ ദൈവം പറഞ്ഞു നീ സകലത്തെയും തൊട്ടോ, പക്ഷെ അവൻ്റെ പ്രാണനെ തൊടല്. ഗദരദേശത്തെ ഭൂതഗ്രസ്തനെ, അവൻ്റെ ശരീരത്തിൽ 6000 പിശാചുക്കളുണ്ടായിരുന്നു, പക്ഷെ അവൻ്റെ പ്രാണനെ തൊടാൻ പറ്റിയില്ല. ഒരു മനുഷ്യൻ്റെ ജീവന് വേണ്ടി പിശാച് വാദിക്കും, പക്ഷെ അവൻ്റെ ജീവനെ തൊടണമെങ്കിൽ അതിൻ്റെ ഫൈനൽ ദൈവത്തിൻ്റെ പെർമിഷൻ വേണം. മനസ്സിലാവുന്നുണ്ടോ? ഈ പിശാചുക്കൾ, ഞാൻ ഇയ്യോബിൻ്റെ പുസ്തകത്തിലേക്ക് പോകാം. പെട്ടെന്ന് നിങ്ങൾ എൻ്റെ കൂടെ ഓടി വരണേ. ഇയ്യോബിൻ്റെ പുസ്തകത്തിലേക്ക് നാം പോയിട്ട് ഈ പിശാചുക്കൾ ദൈവസന്നിധിയിൽ പോയി നിന്നു, അനുവാദം ചോദിച്ചു. സാത്താൻ ദൈവസന്നിധി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സിംഹാസനം ഇരിക്കുന്ന വിശുദ്ധന്മാരിക്കുന്ന സ്ഥലമെന്നല്ല വേർഡിൻ്റെ അർത്ഥം, കോടതി എന്നർത്ഥം. ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് കോടതി, കേട്ടോ. സ്വർഗത്തിൻ്റെ കോടതിയിൽ ചെന്നവൻ, സ്വർഗത്തിൻ്റെ കോടതിയിൽ ചെന്നിട്ട് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ അനുവാദം തരണം, അവൻ്റെ ജീവനെ തൊടണം. അനുവാദം തന്നു. ഈ ശൗലിനെ ദൈവം പറഞ്ഞു ഞാൻ അനുവദിച്ചിരിക്കുന്നു. കാരണം അവന് മടങ്ങി വരാനുള്ള സമയവും അവൻ്റെ ലൈഫിൽ അതുപോലെ എല്ലാ വേലികളും അവൻ പൊളിച്ചു കൊടുത്തു. എല്ലാ ബൗണ്ടറികളും ഡോറുകളും തകർത്ത് കളഞ്ഞു. ഇന്ന് ഓപ്പണാ. ദൈവം പറഞ്ഞ് അനുവാദം കൊടുത്തു. നരകത്തിൽ അത് പാട്ടായിരിക്കുക. അടുത്ത യുദ്ധത്തിൽ ശൗല് ഞങ്ങളുടെ കൂടെ ചേരും. നിങ്ങൾക്ക് മനസ്സിലായോ? സ്വർഗത്തിൽ നിന്ന് പെർമിഷൻ കിട്ടി. ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ശെബായരുടെ കാര്യവും ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ശെബായരുടെ കാര്യവും കൽദയരുടെ കാര്യവും ഇവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. സ്വർഗത്തിൽ നിന്ന് പെർമിഷൻ കിട്ടി, നരകത്തിൽ പാട്ടായി. അടുത്ത യുദ്ധത്തിൽ ശൗല് നമ്മുടെ കൂടെ ഇരിക്കും. അവിടുന്ന് കയറി വന്ന പിശാചാന്ന് പറയുന്നത്. അടുത്ത യുദ്ധത്തിൽ പിശാചുക്കൾ എങ്ങനെയാ ഇതറിഞ്ഞ് അടുത്ത യുദ്ധത്തിൽ ഇവനെ കൊല്ലുവന്ന്? അഭിഷേകം വീണവനല്ലേ. സ്വർഗം പെർമിഷൻ കൊടുത്തിരിക്കുക, സ്വർഗം അനുവദിച്ചിരിക്കുക. കാരണം സ്വർഗത്തിന് പാപം കണ്ടാൽ മടങ്ങി വരവിന് വേണ്ടി അവസാന നിമിഷം വരെ കൊടുക്കും. മടങ്ങി വന്നില്ലെങ്കിൽ കർത്താവിന്, നീതിയുള്ള കർത്താവ് വീണ്ടും കണ്ണടയ്ക്കാൻ പറ്റത്തില്ല, നീതിയുള്ള ജഡ്ജ്. അപ്പം കർത്താവ് പെർമിഷൻ കൊടുത്തു, അതാണ് കയറി വന്നത്. അപ്പം മരിച്ചു പോയവർ മടങ്ങി വരത്തില്ല. അവർ മടങ്ങി വന്ന് ചിലപ്പോൾ സത്യവും പറയാമായിരിക്കാം. പിശാച് സത്യം പറയുന്നതിൻ്റെ മറ്റൊരു കാര്യമുണ്ട്. ഒരു വർഷങ്ങൾക്ക് പുറകിൽ മന്ത്രവാദം ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു, വായ്പൂർ മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു വ്യക്തി. വായ്പൂർ മുസ്ലിയാർ അദ്ദേഹം പിന്നീട് ക്രിസ്ത്യാനിയായിരുന്നു. അദ്ദേഹം പിന്നെ മുസ്ലിമായി കൺവേർട്ടായി. മന്ത്രവാദവുമായിട്ട് ബന്ധപ്പെട്ട് കൊടിയ മന്ത്രവാദം. അദ്ദേഹത്തിൻ്റെ കുറേ കണക്കുണ്ട്. 35 ഇബിലീസുകൾ, 5 ജിന്നുകൾ ഒരു വ്യക്തിയുടെ കൂടെ ഉണ്ടെന്നൊക്കെയുള്ള കണക്കും ടെസ്റ്റിമണിയൊക്കെ യൂട്യൂബിനകത്തൊക്കെ ഒത്തിരി ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം മാനസാന്തരപ്പെട്ട് വന്നതിന് ശേഷം താൻ ഇതെല്ലാം ടെസ്റ്റിമണി പറയുന്നതാണ്. താൻ പറയുക, ഒരു വ്യക്തി, ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഒരു കൽക്കട്ടയിലുള്ള ഒരു പെങ്കൊച്ചിൻ്റെ ശരീരത്തിൽ ഒരു ദുരാത്മാവിനെ പുള്ളി മന്ത്രവാദത്തിൽ കൂടെ കയറ്റി വിട്ടു കഴിഞ്ഞപ്പം വർഷങ്ങൾക്ക് പുറകെ മരിച്ചുപോയ എലന്തൂര് മരിച്ചുപോയ വല്യപ്പൻ കയറി സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഇതൊക്കെ? വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചുപോയ വല്യപ്പൻ, എടാ കുഞ്ഞൂട്ടി എന്ന് വിളിച്ചുകൊണ്ട് സംസാരിച്ച ചരിത്രങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്ങനെ മരിച്ചുപോയ വല്യപ്പൻ എങ്ങനെ ഇപ്പോൾ ഇവിടെ വരുന്നത്? കൽക്കട്ടയിലെ ആ സ്ഥലത്ത് വരുന്നത്
ചിത്തരഞ്ജൻ ഹോസ്പിറ്റൽ എന്നൊക്കെയുള്ള ചരിത്രം ഞാൻ പറഞ്ഞ് ഓർക്കുന്നുണ്ടായിരിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഞാനത് പറയുകയോ ഒക്കെ ചെയ്യാം. കാരണം പലപ്പോഴും ഞാൻ നഴ്സിംഗ് കോളേജിലെ പിള്ളേരെ ചലഞ്ച് ചെയ്യാൻ വേണ്ടി ആ ഒരു സ്റ്റോറി പറയുമായിരുന്നു. ആ സംഭവം സ്റ്റോറിയല്ല, നടന്ന കാര്യം. മരിച്ചുപോയവർ, ആ വ്യക്തിയുടെ കൂടെ ഉണ്ടായിരുന്ന ദുരാത്മാക്കൾക്ക് മൊത്തം ഹിസ്റ്ററി അറിയാം, മൊത്തം പാരമ്പര്യം അറിയാം. പിശാചുക്കൾ മരിക്കുന്നില്ല, മനസ്സിലായോ? ഇത് കയറി വന്ന് അതിനെ വിളിച്ചു വരുത്താം മന്ത്രവാദത്തിൽ കൂടെ. അത് കയറി വന്ന വല്യപ്പൻ്റെ ചരിത്രങ്ങൾ മൊത്തം പറയാം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? മരിച്ചു പോയവർ മടങ്ങി വരത്തില്ല. ഇപ്പം മരിച്ചു പോയവരോട് സംസാരിക്കുന്നതോ അവർക്ക് ഫുഡ് കൊടുക്കുന്നതോ അവരുടെ വേഷത്തിൽ വരുന്ന ദുരാത്മാക്കളാണ്. ഇത് തിരിച്ചറിയണം. എൻ്റെ ശുശ്രൂഷയിൽ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് മരിച്ചുപോയ വ്യക്തികൾ അവർ വേഷം മാറി വരുന്ന ദുരാത്മാക്കൾ. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ദുരാത്മാക്കൾ കയറി വരുന്നത്, മരിച്ചുപോയവരുടെ വേഷത്തിൽ കയറി വരുന്ന ദുരാത്മാക്കൾ അത് കയറി വരുന്നതും ഞങ്ങളുടെ ശുശ്രൂഷയിൽ വിട്ടുപോകുന്നതും ശരീരത്തിൽ നിന്ന് പോകുന്നതും ഒക്കെ ഞാനത് പറഞ്ഞിട്ടുണ്ട്. ദുരാത്മാക്കൾ വിട്ടുപോയത് വേഷം മാറി കയറി വന്നതാണ്, അത് പിശാചായിരുന്നു. ഇതൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ ദൈവം അങ്ങനെ ശുശ്രൂഷയ്ക്ക് ഉപയോഗിച്ചതുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള അറിവ് ദൈവം തന്നിട്ടുണ്ട്. ഇതെന്തോ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള അറിവ് തന്നിട്ടുണ്ട്. അപ്പം മരിച്ചു പോയവർ ഒരിക്കലും മടങ്ങി വരത്തില്ല. അപ്പം മടങ്ങി വന്ന് കണ്ടതോ ആരെയാ? ദുരാത്മാവ് വേഷം ധരിച്ചു വന്നതാണ്. ഒരിക്കൽ ഞാൻ കാണുക, ആ ഒരു വീട്ടിലെ അപ്പച്ചനും അമ്മച്ചിയും ചട്ടയെ മുണ്ടു കൊടുത്ത് നല്ല സുന്ദര കൂട്ടപ്പനായി വരുന്നു. കർത്താവ് എന്നോട് പറഞ്ഞ ദുരാത്മാവാ. അതവിടെ ആ അഭിഷേകത്തിനകത്ത് അന്ന് രാത്രിയിൽ ആ വീടിനകത്ത് അത് സ്റ്റക്കായിപ്പോയി. ആ കയറി വരുന്ന വഴി തന്നെ. ഞാൻ ആ ചരിത്രങ്ങളൊന്നും ഇന്ന് പറയുന്നില്ല. അന്ന് രാത്രി ചില സംഭവങ്ങൾ നടന്ന ആ വീട്ടിൽ മരിച്ചുപോയവരുടെ പേര് കയറിയിരിക്കുന്ന. അപ്പം ഇങ്ങനെ അവരോട് സംസാരിക്കുന്ന സിസ്റ്റമുണ്ട്. അപ്പം മരിച്ചുപോയി. ഇപ്പം ശമൂവേലിൻ്റെ ആ സംഭവം പറഞ്ഞേക്കുന്ന ശമൂവേൽ അല്ല കയറി വന്നേ. ആരാ കയറി വന്നേ? ദുരാത്മാക്കൾ. ഇങ്ങനെയുള്ള ഇതിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് ഫെമിലിയർ സ്പിരിറ്റ്സ്. ഫെമിലിയർ സ്പിരിറ്റ്സ് വിളിക്കുന്നത് എന്തുവാ? ആ വല്യപ്പൻ തുറന്നു കൊടുത്തു ആ കുടുംബത്തിലേക്ക്. മനസ്സിലായോ? ഇതെല്ലാം പിശാചിന് കയറി വരണമെങ്കിൽ പാപത്തോടുകൂടെ കയറി വരത്തുള്ളൂ. പാപമാണ് നമ്മുടെ വേലികൾ പൊളിച്ചു കൊടുക്കുന്നതെന്ന് സൂപ്പർ നാച്ചുറൽ പ്രൊട്ടക്ഷൻ പഠിപ്പിച്ചപ്പോൾ ഞാൻ പഠിപ്പിച്ചിരുന്നു. പിശാചിന് ഇടം കൊടുക്കരുത്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ വേർഡൊക്കെ? ഇനി ഈ ഫെമിലിയർ സ്പിരിറ്റ് നിങ്ങൾ നോക്കിയേ, അപ്പോസ്തല പ്രവൃത്തി കിടപ്പുണ്ട്. യജമാനന്മാർക്ക് വളരെ ലാഭമുണ്ടാക്കുന്ന പിശാചുക്കളെ വെച്ചുകൊണ്ട് ബിസിനസ് ചെയ്യുന്നവരുണ്ട്. ഇനി നിങ്ങൾ ഇതിനൊക്കെ എങ്ങനെയൊക്കെ റോയ് പാസ് പറഞ്ഞു ഇതൊക്കെ ചുമ്മാതെ, ഇതൊന്നുമല്ല. പല പിശാചുക്കളെ വെച്ചുകൊണ്ട് ബിസിനസ് ചെയ്യുന്നവരുണ്ട്. ബൈബിളിലെ ഒരു തെളിവ് കാണിച്ചു തരാം. യജമാനന്മാർക്ക് വളരെ ലാഭമുണ്ടാക്കി കൊടുക്കുന്ന, ഭാവി പറയുന്ന, നാള് പറയുന്ന, അവരുടെ കാര്യങ്ങളെ പറയുന്ന, അതിനെയാണ് പൗലോസ് ശാസിച്ചത്. പൗലോസിനെ കുറിച്ച് നല്ലത് പറഞ്ഞു. ഈ അത്യുന്നതനായ ദൈവത്തെ പൗലോസ് ഇത് കേൾക്കുമ്പോഴേ അറിയാം. പല നാൾ കേട്ടു. ഓരോന്ന് വിട്ടുപോകാൻ പറഞ്ഞു. അത് ദുരാത്മാവാണ്. ചില വ്യക്തികൾ ബിസിനസ്സിന് വേണ്ടി ഇങ്ങനെയുള്ള പൈശാചിക ശക്തികളെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ലെങ്കിൽ അതൊന്നും മനസ്സിലാക്കി ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ പല രീതികളിൽ അതിൻ്റെ അനുഭവത്തിലുള്ള വിക്റ്റിമായിട്ടുള്ള ആൾക്കാരുടെ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞു തരുമ്പോൾ കൂടുതൽ മനസ്സിലാവും. നോക്കിയേ, ഫെമിലിയർ സ്പിരിറ്റ് ഈ സാധനങ്ങളാണ് ഈ പാരമ്പര്യമായിട്ട് വല്യപ്പന്മാർ വഴി ആ വീട്ടിലേക്ക്, ഫാമിലി ട്രീയിലേക്ക് കയറുവാൻ അവസരം കൊടുത്ത ആ ദുരാത്മാക്കളാണ് പലപ്പോഴും ആ വീട്ടിലേക്ക് രോഗങ്ങളെ കൊണ്ടുവരുന്നത്, ഫാമിലി പ്രോബ്ലംസ് ഇടുന്നത്, ഡൈവോഴ്സ് കൊണ്ടുവരുന്നത്, അറ്റാക്സ് കൊണ്ടുവരുന്നത്, ആക്സിഡൻസ് കൊണ്ടുവരുന്നത്, ബൗണ്ടറി കൊണ്ടുവരുന്നത്, ടെംപ്റ്റേഷൻ കൊണ്ടുവരുന്നത്. ഞാനൊരു ഉദാഹരണം കൂടെ പറയട്ടെ. ഒരിക്കലും ഒരാൾ പ്രാർത്ഥിക്കാൻ വന്നു. നമ്മൾ നേരിട്ട് ആ വ്യക്തിയോട് പറഞ്ഞ ഈ വ്യക്തിക്ക് അണ്ടർസ്റ്റാൻഡ് ആകാൻ വയ്യാത്തല്ലാത്ത റിബല്യൻ ക്യാരക്ടർ ആയതുകൊണ്ട്, സൈലൻറ്റ് റിബല്യൻ ആയതുകൊണ്ട് മനസ്സിലാകത്തില്ല. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്ത് പോയി ഒരു 2-3 ദിവസം ഫാസ്റ്റ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. 2-3 ദിവസം ഫാസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വപ്നങ്ങൾ കർത്താവ് കാണിച്ചു തരാൻ പ്രാർത്ഥിക്കും. 3 ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്ന് പറയുക, ഞങ്ങളുടെ വീട്ടിൽ ഞാനിങ്ങനെ സ്വപ്നം കണ്ടു. ഞങ്ങളുടെ വീടിനകത്ത് ഒരു പുലി കെട്ടഴിഞ്ഞ് ആ വീടിനകത്ത് എൻ്റെ പുറകെ നടക്കുക.
വീട്ടിലെ പട്ടിയെ വളർത്തുന്ന പോലെ മുറിക്കകത്ത് ഒരു പുലി നടക്കും. പക്ഷെ ഞങ്ങൾക്കാർക്കും പേടിയില്ല. ആ പുലിയുടെ കഴുത്തെ വലിയൊരു ചെയിനുണ്ട്. ആ ചെയിൻ ഭയങ്കര തുരുമ്പിച്ചതാണ്, ഒത്തിരി പഴയതാണ്. ഞങ്ങളുടെ വീട്ടിൽ നടക്കും. ഞങ്ങളെ ഇതെങ്ങും വിടത്തില്ല. ഞങ്ങളുടെ വീടിൻ്റെ ഞങ്ങളുടെ മുറിക്കകത്തോട് നടക്കുക. ഞങ്ങളെ ഉപദ്രവിക്കുന്നില്ല, പക്ഷെ ഞങ്ങളെ എങ്ങോട്ടും വിടത്തില്ല. ഈ വ്യക്തി വന്ന് സ്വപ്നം കണ്ടിട്ട് എന്നോടൊന്ന് പറയുമ്പം ഞാൻ ഒരു കാര്യവും പറഞ്ഞല്ല, പ്രാർത്ഥിക്കുക, ഉപവസിക്കുക. ആ വ്യക്തി ചെയ്യുമ്പം ദൈവമേ, ദൈവം സംസാരിക്കണേ, സ്വപ്നത്തിൽ കൂടെയോ എങ്ങനെയാ സംസാരിക്കണേ എന്ന് പറഞ്ഞപ്പം ആ വ്യക്തി തന്നെ സ്വപ്നം കണ്ടത് പറയാം. ഞാനത് ആ വ്യക്തിയോട് തന്നെ ചോദിച്ചു, ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ആ വ്യക്തി തന്നെ എന്നോട് പറയാം, ഇത് ഞങ്ങളുടെ വല്യപ്പന്മാരുടെ കാലം തൊട്ടേ ഞങ്ങളുടെ വീട്ടിലുള്ളതാണെന്ന് എനിക്കങ്ങ് തോന്നുന്നു. കാരണം അതിൻ്റെ കഴുത്തേലെ ചെങ്ങല കാണുമ്പോൾ പറയും ഒത്തിരി പഴയതാണ്. പക്ഷെ ഇന്നെനിക്ക് മനസ്സിലായി, ഞങ്ങളുടെ വീട്ടിലെ പ്രശ്നം പാരമ്പര്യമായിട്ട് കൈമാറി വന്നതാണ്. വല്യപ്പന്മാരുടെ കാലം തൊട്ടേ ഞങ്ങളുടെ കൂടെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പം ഇരുട്ട് മാറി ചിലത് വെളിപ്പെട്ട് വരാൻ തുടങ്ങി. വെളിപ്പെട്ട് വരാൻ ഞാൻ പറഞ്ഞു, ഇപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്ത് അതിനെ ജയിച്ചോളാം. പലതും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുമ്പോഴാണ് ഇത് വെളിപ്പെട്ട് വരുന്നത്. ഫെമിലിയർ സ്പിരിറ്റ്സ് ഇങ്ങനെയുള്ള ഇതാണ് സിക്നസ് കൊണ്ടുവരുന്നത്, ഫാമിലി പ്രോബ്ലം കൊണ്ടുവരുന്നത്, ഡൈവോഴ്സ്, അറ്റാക്സ്, ആക്സിഡൻറ്റ്, ബൗണ്ടറി. വല്യപ്പനും വല്യമ്മമാർക്കും എന്തുവാണ് ഉണ്ടായിരുന്നത്, ഈ മക്കളുടെയൊക്കെ അത് കൊണ്ടുവരും. ഞാൻ കഴിഞ്ഞ ദിവസം ബ്രിഡ്ജ് എന്നൊക്കെയുള്ള സിസ്റ്റം പഠിപ്പിച്ച് ഓർക്കുന്നുണ്ടോ ആ കാര്യങ്ങളൊക്കെ? വല്യപ്പൻ കല്യാണം കഴിച്ച അന്ന് ഭാര്യയും ഭർത്താവും കൂടെ ഭയങ്കര വഴക്കായിരുന്നു, അടിയായിരുന്നു. ആദ്യത്തെ ഒരു 3-4 വർഷം അല്ലെങ്കിൽ 2 വർഷം 1 വർഷം കഴിഞ്ഞപ്പോൾ തൊട്ട് അടി തുടങ്ങി, ഭയങ്കര ബഹളം. ആ ദുരാത്മാക്കളെല്ലാം വെയിറ്റ് ചെയ്യുക. ഈ മക്കളുടെ ലൈഫിലും കൊച്ചുമക്കളുടെ ലൈഫിലും ഇതേ പാറ്റേൺ കൊണ്ടുവരാൻ, ഇതേ പാറ്റേൺ, ഉയർച്ചയില്ലാതെ നന്മയില്ലാതെ, അത് തക്ക സമയം വരെ വെയിറ്റ് ചെയ്യും. ആ സമയം വരുമ്പം ഇത് ആ കുടുംബത്തിലേക്ക് കയറി അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. നമുക്ക് ഓർക്കാം, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരുടെ ജീവിതത്തിൽ ഇതിൻ്റെയൊക്കെ എവിടെയെങ്കിലും ഇൻഫ്ലുവൻസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഞാൻ ഒരു ഉദാഹരണം ഞങ്ങളുടെ ലൈഫിൽ നിന്ന് പറയാം. എൻ്റെ കർത്താവ് ഇത് തന്നെ നാളുകൾക്ക് മുമ്പേ ഇതിൻ്റെ കാര്യങ്ങൾ വർഷങ്ങൾക്ക് 15 വർഷം മുമ്പേ അല്ലെ 20 വർഷം മുമ്പേ കർത്താവ് ഇതിനകത്തൂടെ പഠിപ്പിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് കഴിഞ്ഞ ദിവസം എൻ്റെ മാതാവ് രോഗ ബുദ്ധിമുട്ടായി കിടക്കുമായിരുന്നു. മാതാവ് മരിച്ചു. അപ്പം മരിച്ചു കഴിഞ്ഞ ശേഷം ഞാൻ അടുത്ത ദിവസം എനിക്ക് നാട്ടിൽ കൊടുത്ത മീറ്റിങ്ങൾക്ക് പോയേ പറ്റത്തുള്ളൂ. അപ്പം ഞങ്ങളെല്ലാം ആ സമയത്ത് സങ്കടപ്പെട്ടും ഒക്കെ ഇരിക്കുക. ഞാൻ ആശയെ വിളിച്ചിട്ട് പറഞ്ഞു, ആശ, എനിക്ക് മീറ്റിങ്ങിന് പോകണം, കുഞ്ഞുങ്ങൾ നീ ഇവിടെ തന്നെയാണ്. മമ്മി ഉണ്ടായിരുന്നെങ്കിൽ മമ്മിയുടെ കൂടെ മമ്മി ഒരു സഹായം ഉണ്ടായിരുന്നു, പപ്പ ഡ്യൂട്ടിക്കും പോയി ഇങ്ങനെ ഇരിക്കുക. ഞാനൊരു വേർഡ് പറഞ്ഞു, ഇവരാരും ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. ഞാൻ ഇവരോട് പറഞ്ഞു, മമ്മി മരിച്ചു, മമ്മിയെ അടക്കി. ഞാൻ ശനിയാഴ്ച അടക്കി, ഞായറാഴ്ച ഇവിടെ ഒന്ന് ശുശ്രൂഷിച്ചു, തിങ്കളാഴ്ച രാത്രി ഞാൻ പോവാം, തിങ്കളാഴ്ച ചൊവ്വാഴ്ച രാത്രി ഞാൻ നാട്ടിലേക്ക് പോവാം. ഞാൻ പറഞ്ഞു, ഞാൻ പോവാം, പക്ഷേ മമ്മി ഇവിടെ വരും. ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടുന്ന് പോവാം, മമ്മി ഇവിടെ വരും, സൂക്ഷിക്കണം. അത് വേഷം ധരിച്ചു വരുന്ന ദുരാത്മാക്കളാണ്, അത് അറ്റാക്ക് ചെയ്യാൻ. കാരണം ഈ ഒരു ഇമോഷണലി പെയിനിൽ കിടക്കുമ്പം, ഈ ബൈബിളിൻ്റെ വേർഡൊന്നും ചില്ലറ വേർഡല്ല. ജാതികൾ ദുഃഖിക്കുന്നത് പോലെ നിങ്ങൾ പ്രത്യാശയില്ലാത്തവരായി ദുഃഖിക്കല്ല. ദുഃഖം വരും. ഓവർ ഇമോഷണലി ഡീപ്പിൽ പോയാൽ അതൊരു ഓപ്പണിങ്ങാണ്. ഓവർ ഡീപ്പ് സോറോയിൽ പോകുന്നത് ദുഃഖം വരും. എനിക്ക് ഭയങ്കര സങ്കടം. ഇന്നലെ ഞാൻ എൻ്റെ മമ്മിയുടെ കാര്യം ഓർത്ത് ഞാൻ കരഞ്ഞു, കാറിൽ വരുന്ന സമയത്ത്. കാരണം കാറിൽ വരുന്ന സമയത്ത് അല്ലെങ്കിൽ എത്ര പ്രാവശ്യം എന്നെ വിളിക്കേണ്ടതാണ്, എവിടെ എത്തി, കഴിച്ചോ, എത്ര മണിക്ക് വരും എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് വിളിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. ഓവറായിട്ടുള്ള ദുഃഖം അത് ഓപ്പണിങ്ങാണ്. ദുഃഖിക്കല്ലെന്നല്ല, പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിക്കല്ലെന്നാണ്. പോട്ടെ, ഞാൻ പറഞ്ഞു, ആശ മമ്മി വരും, നീ പ്രാർത്ഥിക്കണം. പക്ഷേ അടുത്ത ദിവസം ആ അറ്റാക്ക് വീട്ടിൽ വന്നു. അടുത്ത ദിവസം അവർക്ക് അറിയാവുന്നത് കൊണ്ട് അവർ പ്രാർത്ഥിച്ചു. കുറേ കാര്യങ്ങൾ സംഭവിച്ചു, പ്രാർത്ഥിച്ചു. നിങ്ങൾ നോക്കിക്കേ, എത്രയോ വീടുകളിൽ വന്ന് സംസാരിക്കാറുണ്ട്. മരിച്ചുപോയവർ, അങ്ങോട്ട് വരാം.
ഇത് കഴിഞ്ഞു. എനിക്കറിയാം എൻ്റെ പപ്പായുടെ അടുക്കലും ഈ അറ്റാക്ക് വന്നു കാണും. ഞാൻ പപ്പായോട് ചോദിച്ചു, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, പപ്പായുടെ കൂടെ പപ്പ തന്നെയാണല്ലോ വിഷമമാണെന്ന് ഓർത്തുകൊണ്ട് എനിക്കറിയാവുന്ന നമ്മുടെ ഒരു സ്നേഹിതനെ അവിടെ ആക്കിയിട്ട് പോയി. അപ്പം നമ്മുടെ വീട്ടിലെ ഒരു കുടുംബത്തിലെ അംഗം പോലെയുള്ള ഒരു സഹോദരനാണ്. ആ സഹോദരനെ എന്നോട് വീട്ടിലാക്കിയിട്ട് പോയി. ആ സഹോദരനെ വിളിച്ചു പറഞ്ഞു, രാത്രി പപ്പ കിടന്ന് മമ്മിയോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ തിരിച്ചു വന്നതിന് ശേഷം ഞാൻ പപ്പായോട് ചോദിച്ചു, പപ്പ സ്വപ്നം വല്ലതും കണ്ടു? മമ്മി ഇവിടെ വന്നായിരുന്നു. ഞാൻ പറഞ്ഞു, പപ്പ അത് വന്നത് മമ്മിയല്ല, നീ ചുമ്മാരി, മമ്മിയോട് വന്ന് ഞാൻ സംസാരിച്ചല്ലേ. പപ്പായക്കിനെ പഠിപ്പിച്ചെടുക്കാൻ ഇച്ചിരി ഡിഫിക്കൽട്ടാണ്, വളർക്കണേ. അതിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ആയി വരണമെങ്കിൽ ബുദ്ധിമുട്ടെടുക്കും, നാളെ സമയമെടുക്കും. മരിച്ചുപോയവർ ഒരിക്കലും ബൈബിളിൻ്റെ സിസ്റ്റപ്രകാരം, ദൈവവചനത്തിൻ്റെ സത്യത്തിൻ്റെ സിസ്റ്റപ്രകാരം മടങ്ങി വരത്തില്ല. അത് കഴിഞ്ഞിട്ട് മമ്മിയുടെ വീട്ടിൽ നിന്ന് എന്നെ വിളിക്കുന്നു. ആങ്ങളമാരുടെ അടുക്ക മമ്മി എന്നു എന്നെ അവിടെ നിന്ന് വിളിക്കുന്നു. നിങ്ങളിത് കേൾക്കുമ്പോൾ ഷോക്കായിട്ടിരിക്കുക. മരിച്ചു പോയവരെ സ്വപ്നം കാണുന്ന ഒത്തിരിയും വിശ്വാസികളുണ്ട്. മരിച്ചുപോയവരെ സ്വപ്നം കാണുന്ന ഒത്തിരി വിശ്വാസികളുണ്ട്. സ്വപ്നം കണ്ടിട്ട്, ഞാൻ പറഞ്ഞ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവസഭയിലുള്ള ഒത്തിരി വ്യക്തികൾ സ്വപ്നം കണ്ടു. എൻ്റെ മരിച്ചുപോയ വല്യപ്പൻ എന്നോടൊന്ന് സംസാരിച്ചു, അവരെപ്പോഴൊക്കെ വരുന്നോ അന്നൊക്കെ ഞാൻ ഛർദ്ദിക്കുമെന്ന്. സ്വപ്നത്തിൽ വന്നു, ഞാൻ ഛർദ്ദിക്കും. കാരണം അത് എന്നെ ഒരു ഭയങ്കര അറ്റാക്കാണ്. നിങ്ങളുടെ സ്വപ്നത്തിൽ മരിച്ചുപോയവർ വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ നേരെയുള്ള ഒരു ട്രഡീഷണൽ സ്പിരിറ്റിൻ്റെ അറ്റാക്കാണ്. ക്ലിയറായോ? അറ്റാക്കാണ്. ഈ സാധനമാണ് എന്തൊക്കെ കൊണ്ടുവരുന്നത്? ആ വല്യപ്പനും വല്യമ്മയ്ക്കുമുള്ള രോഗങ്ങൾ കൊണ്ടും നിങ്ങളുടെ മേലിടാൻ നോക്കുന്നത്. ഇതൊക്കെ കർത്താവ് പഠിപ്പിച്ച അത് കാര്യങ്ങളൊക്കെ പറഞ്ഞ ഒരു വീട്ടിൽ, ആ വീട്ടിലെ വല്യമ്മച്ചി മരിച്ചു. വല്യമ്മച്ചി സ്നാനപ്പെട്ടതാ, മരിച്ചു. ആ വല്യമ്മച്ചിക്ക് ബ്ലഡ് റിലേറ്റഡ് ഇഷ്യൂ ഉണ്ടായിരുന്നു. വല്യമ്മച്ചി മരിച്ചു കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പം ആ വീട്ടിലെ മക്കൾ സ്വപ്നം കാണുക. ആ വീടിൻ്റെ മുമ്പിൽ വന്നൊരു ആംബുലൻസ് വന്നിരിക്കുന്നു. അവരൊക്കെ പലരും വിശ്വാസികളാണ്. ആംബുലൻസ് വന്നിരിക്കുന്നു. ആംബുലൻസിനകത്തുനിന്ന് ഒരു കഫിൻ ബോക്സ് വെച്ചിട്ടുണ്ട്. ഈ പെട്ടി നിങ്ങളെടുത്തോ, നിങ്ങളുടെ വീട്ടിലേക്കുള്ള സാധനമോ നിങ്ങളുടെയാണെന്ന് പറഞ്ഞ് കൊണ്ടുവരിക. ആ വീട്ടിലുള്ള ഒരാൾ ഇറങ്ങിച്ചെന്ന് നോക്കുമ്പം, ആ കോഫിൻ ബോക്സ് തുറന്ന് നോക്കുമ്പം ആ കോഫിൻ ബോക്സിനകത്ത് അമ്മച്ചി ഇരിപ്പില്ല. അമ്മച്ചിയുടെ ലിവറും കിഡ്നിയും അങ്ങനെയുള്ള 2-3 ഓർഗൻസ് ഇരിപ്പുണ്ട്. ഷോക്കായി, അലറിക്കൊണ്ട് വീട്ടിലോടി. സ്വപ്നം കാണുക, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ, എന്തായി സ്വപ്നം കണ്ടേ? കർത്താവ് പറഞ്ഞു കൊടുക്കുക, ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള രോഗം ഏതൊക്കെ അവയവങ്ങളിൽ ബാധിച്ചോ അതിൻ്റെ സ്പിരിച്വൽ അറ്റാക്ക് ഈ വീട്ടിലേക്ക് പിശാച് കൊണ്ടുവരാനുള്ള തന്ത്രമാണ്. പ്രാർത്ഥിച്ച് ജയിച്ചു. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഈ വീട്ടിലേക്ക് പിശാച് കൊണ്ടുവരാൻ കർത്താവ് സ്വപ്നത്തിൽ കൂടെ ആ മെത്തേഡ് കാണിച്ചു കൊടുത്തതാണ്. സിക്നസ്സസ് കൊണ്ടുവരുന്നത്, വല്യപ്പന്മാർക്കുള്ള രോഗങ്ങൾ കൊണ്ടുവരുന്നത്, വല്യപ്പന്മാർക്കുള്ള ഫാമിലി പ്രോബ്ലം കൊണ്ടുവരുന്നത്, വല്യപ്പനും അല്ലെ അപ്പൻ്റെ അമ്മയുടെയും ഡൈവോഴ്സിനകത്ത് കിടന്ന് വാദിച്ച കളിച്ച ദുരാത്മാക്കൾ മക്കളുടെ ലൈഫിലും കൊണ്ടുവരാൻ നോക്കുക. അറ്റാക്സ്, പലതരത്തിലുള്ള സ്പിരിച്വൽ അറ്റാക്സ്. ഇതിൻ്റെ ലീഗൽ റൂട്ടിനെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചവർക്ക് എങ്ങനെ മരിച്ചുപോയ ആത്മാക്കളെ സ്വപ്നത്തിൽ വരുന്നേ? മരിച്ചുപോയവരെ സ്വപ്നത്തിൽ വരുന്നേ? ഒരിക്കൽ ഞാനൊരു സ്ഥലത്ത് ചർച്ചിൽ പ്രസംഗിക്കുക, ഇത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും ഷോക്കായി കേൾക്കുക. എത്ര പേരുണ്ട് ഇതിനകത്ത് സ്വപ്നം കാണുന്നവരുണ്ട്? ആ ചർച്ചിലെ 40% ആൾക്കാർ എഴുന്നേറ്റ് ഒന്ന് പ്രാർത്ഥിക്കുക. 40% ആൾക്കാർ, പാസ്റ്ററുടെ വൈഫ് ഉൾപ്പെടെ എഴുന്നേറ്റു, ലീഡേഴ്സ് ഉൾപ്പെടെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞിട്ട് ആ ചർച്ചിലുള്ള ഒരാൾ വന്നിട്ട് എന്നോട് ഇപ്രകാരം പറയാം, റൂബി പാസ്റ്റർ 2-3 ആഴ്ച കഴിയുമ്പോൾ എന്നോട് പറഞ്ഞേ, റൂബി പാസ്റ്റർ, എനിക്കൊരു കാര്യം, ഒരു പാസ്റ്ററുടെ മോന
പാസ്റ്ററുടെ മോന്, വെൽ എഡ്യൂക്കേറ്റഡ്, IT വർക്ക് ചെയ്യുന്നതാ, ക്വാളിഫൈഡാ. ഇപ്പം ചുമ്മാതെ ഈ സുബോധമില്ലാതെന്ന് പറയുന്നല്ല, വളരെ ലോജിക്കലിയും സ്ട്രാറ്റജിക്കലി കാൽക്കുലേറ്റ് ചെയ്ത് ചിന്തിച്ചിട്ട് പറയുന്നത്. 3-4 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് പറയുന്നത്, പാസ്റ്ററെ ഞങ്ങൾ ഇന്ന സ്ഥലത്ത് ഇന്ന സ്റ്റേറ്റിൽ 30-ലധികം വർഷമായി കർത്താവിൻ്റെ വേല ചെയ്യുന്ന പാസ്റ്റർ എൻ്റെ പിതാവ്. 30-ലധികം. ഞങ്ങളവിടെ ഒത്തിരി സഭകളുണ്ട്. എൻ്റെ അമ്മ 8 വർഷം മുമ്പേ മരിച്ചുപോയി. എൻ്റെ അമ്മ 8 വർഷം മുമ്പേ മരിച്ചുപോയി. എന്നിട്ടും പ്രായമായ ഇവർ കൊച്ചുമക്കളുണ്ട്, ആ അപ്പച്ചന് കൊച്ചുമക്കളുണ്ട്. ആ പിതാവ് ഇന്നും കർത്താവിൻ്റെ വേല തന്നെ, ആ നോർത്ത് ഇന്ത്യയിൽ തന്നെ ആ വേല ചെയ്തു. പക്ഷേ ഈ അമ്മ മരിച്ചതിന് ശേഷം അപ്പൻ മിക്കവാറും സഭയിൽ എല്ലാ സങ്കീർത്തനം വായിക്കുന്നത്. അതാണ് ഒരു പ്രശ്നം. സങ്കീർത്തനം വായിക്കുന്നത് ശനിയാഴ്ച രാത്രിയിൽ മരിച്ചു പോയ അമ്മ വന്ന് പറഞ്ഞു കൊടുക്കും ഏത് സങ്കീർത്തനം വായിക്കണം, അതിനകത്തെ ആലോചന എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കും. അതാണ് എൻ്റെ പിതാവ് പാസ്റ്റർ സഭയെ പഠിപ്പിക്കുന്നത്. 8 വർഷമായിട്ട് എല്ലാ ശനിയാഴ്ചയും തെറ്റാതെ അടുത്ത ശനിയാഴ്ച വായിക്കേണ്ട സങ്കീർത്തനം, നാളെ വായിക്കേണ്ട സങ്കീർത്തനം അന്ന് രാത്രിയിൽ ആര് പറഞ്ഞു കൊടുക്കും? മരിച്ചുപോയ അമ്മ പറഞ്ഞു കൊടുക്കും. അതാണ് പിതാവ് വായിക്കുന്നത്. എന്നിട്ട് ഈ പിതാവിന് എൻ്റെ ഈ മെസ്സേജിൻ്റെ ക്ലാസ് അയച്ചു കൊടുത്തു. ഈ മോന് അയച്ചു കൊടുത്തിട്ട് ഇതെല്ലാം കേട്ടിട്ട് പറഞ്ഞു, റോയ് പാസ്റ്റർ പഠിപ്പിക്കുന്നത് തെറ്റാ. കാരണം എല്ലാ ആഴ്ചയിലും 8 വർഷമായിട്ട് എൻ്റെ ഭാര്യ വന്നിട്ട് ബൈബിളിലെ കാര്യം വിശുദ്ധയായ ആ മകൾ വന്ന് പറഞ്ഞു തരുന്നത്, ഞാൻ അനുഭവിക്കുന്ന എൻ്റെ അനുഭവത്തെ അതെങ്ങനെ തെറ്റെന്ന് പുള്ളിക്കാരൻ പഠിപ്പിക്കുന്നു. സൈക്കോളജി പോയ പോക്കുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ചില സൈക്കോളജി ഭയങ്കരമായിട്ട് വരും. ദൈവവചനത്തിൻ്റെ സത്യത്തോട് കൂട്ടിമുട്ടിക്കുമ്പം ദൈവവചനം പറയുന്നു മരിച്ചവർ മടങ്ങി വരത്തില്ല. പുണ്യാളന്മാരുടെയും മാതാവിൻ്റെയും വിശുദ്ധന്മാരുടെയും പുരോഹിതന്മാരുടെയും ബിഷപ്പുമാരുടെയും ഒക്കെ പേരിൽ പോയി അവർ മടങ്ങി വന്നു സ്വപ്നത്തിൽ. അത് ദുരാത്മാവാണ്. മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ ഒരുവനേ ഉള്ളൂ. ഒരു വിശുദ്ധന്മാർക്കും വരാൻ പറ്റത്തില്ല. മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരാരും ദൈവത്തെ സ്തുതിക്കുന്നില്ല, അല്ലേ? അവർക്ക് ദൈവം വെച്ച സ്ഥലത്ത് അവർ പോയി. പക്ഷെ അവരുടെ വേഷം ധരിച്ചും ആരാധന സ്വീകരിക്കേണ്ടതിന് പേര് മാറ്റി അവരുടെ വേഷം ധരിച്ച് വരുന്ന ദുരാത്മാക്കളാ. അതിനെ ശാസിക്കണം, അതിനെ തകർത്ത് കളയണം. അത് കർത്താവിൻ്റെ കൃപയാൽ ഞങ്ങളുടെ ശുശ്രൂഷയിൽ കൂടെ വിട്ടുപോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള അറ്റാക്കുള്ള വീടുകളെ ദൈവകൃപയിൽ പ്രാർത്ഥിക്കുമ്പോൾ വീടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ആ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ തിരിച്ചറിഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട് പല വീടുകളിൽ. എന്തൊക്കെ കൊണ്ട് അറ്റാക്സ്. അടുത്തത് ആക്സിഡൻസ്. ആ വീടിനകത്ത് എല്ലാ വർഷവും ഓരോ ആക്സിഡൻ്റ് ഉള്ളതാണ്. പ്രത്യേക സമയത്ത് ബൗണ്ടറി, ടെംപ്ടേഷൻസ്. അപ്പനോ അമ്മയോ, ഞാനിങ്ങനെ പറയുന്നതുകൊണ്ട് നിങ്ങൾ എന്നോട് പിണങ്ങല്ലേ, പക്ഷെ ചിലത് ദൈവവചനത്തിൽ പഠിപ്പിച്ചേ പറ്റത്തുള്ളൂ. അനാവശ്യ റിലേഷൻഷിപ്പിൽ പോയി പെട്ടു. രഹസ്യത്തിൽ അൺവാണ്ടഡ് റിലേഷൻഷിപ്പിനെ താലോലിച്ചുകൊണ്ടിരുന്നു. പിശാച് കയറി. വല്യപ്പന്മാർ തൊട്ട് തുടങ്ങിയുള്ള. പക്ഷേ മക്കളുടെ ലൈഫിലും ഈ അറ്റാക്ക് കാരണം ആ ഫാമിലി ട്രീയിലാണ്. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ആ ട്രീക്കകത്ത്, ആ ഫാമിലി ട്രീനകത്ത്. പണ്ടാരാണ്ട് ചോദിച്ചതുപോലെ ഒരു വലിയ ഗോഡൗൺ, വലിയൊരു സ്ഥലത്ത് ഒരു ഫാമിനകത്ത് കുറേ പാമ്പിനെ വളർത്തുക. ആ പാമ്പ് അവിടെ അതിക്രമിച്ച് കയറുന്ന ആൾക്കാരെ മാത്രമേ കടിക്കത്തുള്ളൂ. അവിടെ അത് ഓണറേയും കടിക്കുമോ? പറഞ്ഞു. അവിടെ അതിക്രമിച്ച് മതിലിനകത്ത് ചാടിക്കയറുന്നവരെ മാത്രമേ പാമ്പ് കടിക്കത്തുള്ളൂ എന്നവിടെ പറയാൻ പറ്റുമോ? പാമ്പ് അതുവഴി പോകുന്നവരെ കിട്ടുന്നതിനൊക്കെ കടിക്കും. ഈ വീട്ടിലേക്ക് കയറാൻ, ദുരാത്മാവിന് കയറാൻ അവസരം കൊടുത്താൽ ആ വീട്ടിലേക്ക് ഏതൊക്കെ തരത്തിലുള്ള ടെംപ്ടേഷൻ, ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് എങ്ങനെ പറയണമെന്നറിയത്തില്ല. അത്രേ ഉള്ളൂ പ്രശ്നം. അങ്ങനെ പറയണമെന്നറിയത്തില്ല. ഒന്നും അറിയാതെയും പറയാതെയും ഒക്കെ
ചേഞ്ച് ചെയ്തൊക്കെ പറയട്ടെ. ഇതൊക്കെ ഒരമ്മ, ഭർത്താവ്, ഒരു സ്ത്രീ ഭർത്താവില്ലാത്ത സമയം നോക്കി അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി ആ വീട് തുറന്നു കൊടുത്തു. മറ്റൊരു പുരുഷനും സ്ത്രീയും കൂടെ വന്ന് ആ വീട്ടിൽ വന്ന് മ്ലേച്ഛത ചെയ്യാൻ വേണ്ടി തുറന്നു കൊടുത്തു. ആരും അറിഞ്ഞില്ല. ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ആ വീടിൻ്റെ മീതെ ഒരു പാമ്പിൻ്റെ പ്രശ്നം. നാളുകൾ ഈ വീട്ടിലെ മക്കൾ വന്നു. മക്കൾ കിടന്ന് സ്വഭാവത്തിൽ അങ്ങ് കഷ്ടപ്പെടുക, ലൈംഗിക പ്രശ്നത്തിൽ കിടന്ന് കഷ്ടപ്പെടുക, ടെംപ്ടേഷൻ, കഷ്ടപ്പെടുക, അറ്റാക്ക്, രഹസ്യ അറ്റാക്ക്. എന്തോ റൂട്ടെന്നറിയത്തില്ല. ശ്വാസിച്ചു നോക്കി, പ്രാർത്ഥിച്ചു നോക്കി, ഒന്നും ചെയ്തിട്ട് പറ്റുന്നില്ല. പക്ഷെ ഉപവസിക്കാനും പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ താൻ കാണുക, ആ വീട്ടിലെ പിള്ളേർ കാണുക, അവരുടെ കുടുംബ വീടിൻ്റെ മീതെ, ഒരു മുറിയുടെ മീതെ ഭയങ്കര ഒരു പെരുമ്പാമ്പ് കിടക്കുന്നു. എന്തുവാ പെരുമ്പാമ്പ് കിടക്കുന്ന അറിയുന്നില്ല. മക്കൾ കരഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവ് ചില കാര്യങ്ങൾ മുമ്പേ പറഞ്ഞ പോലെ, ദാവീദിൻ്റെ കാലത്തെ കാര്യം പറഞ്ഞ പോലെ കാണിച്ചു കൊടുത്തു. പോയി ചോദിച്ചു, ഇങ്ങനെ ഈ മുറിക്കകത്ത് എന്തെങ്കിലും പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അങ്ങനത്തെ സാഹചര്യത്തിൽ നടന്നുപോയി. ഈ മക്കൾ കൺഫസ് ചെയ്തു, അതിനെ തകർത്ത് കളഞ്ഞു. അവർ തകർത്ത് കളഞ്ഞിട്ട് നിങ്ങൾ ഓർക്കണേ, ഈ മക്കളുടെ ലൈഫിൽ ഇതുപോലത്തെ അവസരങ്ങൾ മറ്റൊരു രീതിയിൽ വരിക. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഒരു പല കാര്യങ്ങൾ ഒരുമിച്ച് ചേർത്ത്, പല കഥകൾ ഒരുമിച്ച് ചേർത്ത് കാര്യങ്ങളെ മനസ്സിലാകുന്ന പോലെ പറഞ്ഞാലേ പറ്റും. ഇതുപോലെയുള്ള ഓപ്പണിങ്സ് വരിക. ഒരിക്കൽ മാതാപിതാക്കൾ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മക്കളുടെ ലൈഫിലും it will come temptations. You have to root out that problem. അതിനെ ബ്രേക്ക് ചെയ്യണം. അത് കൊണ്ടുവരുന്ന ആരാ? ഈ സ്പിരിറ്റ്സ്. നിങ്ങൾക്കിത് മനസ്സിലായോ? ആ കുടുംബത്തിൽ വല്യപ്പനോ വല്യമ്മയോ കൊലപാതകം ചെയ്തു. മക്കളുടെ ലൈഫിലും സമയമാകുമ്പം, ആ പർട്ടിക്കുലർ ഏജ് ആകുമ്പം കൊലപാതകത്തിൻ്റെ, വല്യപ്പനും എങ്ങനെയൊക്കെയുള്ള അറ്റാക്കാണെന്നറിയാം. ബ്ലഡ്, രക്തദാഹിയായ ദുഷ്ടപിശാചുക്കൾ. ചില സമയത്ത് ചിലരങ്ങ് വയലൻ്റ് ആവും. ഇവരെങ്ങനെ വയലൻ്റ് ആകുന്നത്? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരൊക്കെ വയലൻ്റ് ആവുമോ? വയലൻ്റ് ആയിട്ട് എല്ലാം കഴിഞ്ഞു. സൺഡേ ചർച്ചിൽ വന്നിട്ട് ആരാധിക്കുന്ന ആരാധന കണ്ട ആ ദുരാത്മാക്കൾ ഇങ്ങനെ നടക്കുക. ഇത് കൊണ്ടുവരുന്ന ഇങ്ങനെയുള്ള ദുരാത്മാക്കളെ, ഫെമിലിയർ സ്പിരിറ്റ്സ്, നിങ്ങളുടെ മക്കളുടെ ലൈഫിലേക്ക് പോകാതിരിക്കേണ്ടതിന് അത് സ്വഭാവങ്ങൾ പിള്ളേരുടെ അകത്ത് കൊണ്ടുവന്നിട്ട്, ക്യാരക്ടർ, സ്വഭാവങ്ങൾ, ആക്സിഡൻറ്റുകൾ, മരണങ്ങൾ. വല്യപ്പന്മാർ 45-ാം വയസ്സിൽ മരിച്ചു. മക്കളുടെ ലൈഫിൽ 45-ാം വയസ്സോട്ട് അറ്റാക്കാ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടത് അറ്റാക്കാ. അതെങ്ങനെ മോനെ വരുന്നത്? നിന്റെ സമയമെത്തുമ്പം. ഇനി ബൈബിളിൽ നിന്ന് കാണിച്ചു തരാം. ഇന്ന് ദൈവസഭയോട് എന്നെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. 950 വർഷം മുമ്പ് ദൈവം ഇസ്രായേൽ മക്കളോട് പറഞ്ഞതാ, അമാലേക്കിനെ നീ ജയിച്ചിരിക്കണം, അവനെ തുടച്ചു കളയണം. എല്ലാ തലമുറകളിലേക്കും ഇത് കൈമാറ്റം ചെയ്തു. നീ തുടച്ചു കളഞ്ഞില്ലെങ്കിൽ അത് നിന്റെ ഇസ്രായേലിലെ സ്ത്രീകളെ മക്കളില്ലാത്തവളാക്കും. വാക്യമൊക്കെ ഓർക്കുന്നുണ്ടല്ലോ. ഇസ്രായേലിലെ സ്ത്രീകളെ മക്കളില്ലാത്തവളാക്കും, നിന്നെ ഭർത്താവില്ലാതാക്കും, നിന്നെ അപ്പനില്ലാതാക്കും, പുരുഷന്മാരെ കൊന്നുകളയുന്നൊരു പോരാ. ദൈവം അതുകൊണ്ട് പറഞ്ഞു, അമാലേക്കിനെ, ശൗലെ നീ തുടച്ചു കളയണം, അവനെ ഉന്മൂലനാശം ചെയ്യണം. ഇവനെ ഉന്മൂലനാശം ചെയ്തില്ല. എന്തുപറ്റി? അവനെ തുടച്ചു കളഞ്ഞു. അടുത്ത 500 വർഷം എടുത്തു. എസ്തേറിൻ്റെ കാലഘട്ടം വരുമ്പം വന്നേക്കുക, ഇസ്രയേലിനെ മൊത്തം കുഞ്ഞുകുട്ടികൾ ആബാലവൃത്തം തുടച്ചു കളയണം. ആര് തന്ന?
നിന്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഡീമൺസിനെ നീ ജയിച്ചില്ലെങ്കിൽ, നിന്റെ ഗ്രാൻഡ് മദേഴ്സിൻ്റെ അറ്റാക്കിനെ നീ ജയിച്ചില്ലെങ്കിൽ, കീശ് ജയിക്കേണ്ടതായിരുന്നു. ജയിക്കാത്തത് കൊണ്ട് ഞാൻ പറയുന്ന പോലെ കീശല്ല, ശൗല്, കീശിൻ്റെ മകനായ ശൗൽ, ബെന്യാമിൻ ഗോത്രത്തിലെ കീശിൻ്റെ മകനായ ശൗല് ജയിക്കേണ്ടതായിരുന്നു. ജയിക്കാത്തത് കൊണ്ട് കൊച്ചുമക്കളെല്ലാം കിടന്ന് കഷ്ടപ്പെടുക. സെയിം അറ്റാക്ക്. ഇത് ബൈബിൾ അങ്ങോട്ട് 950 വർഷമായി അറ്റാക്ക് പോയത്. 950 വർഷം. നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടോ ടൈം ലൈനിൽ കൂടെ? ഉണ്ടോ? നീ അതിൻ്റെ വേര് വിഴുത. ആൻറ്റി ഇത് കിട്ടുന്നുണ്ടോ ബൈബിളിലെ ഈ ചരിത്രം? ഇത്ര വർഷങ്ങൾ പോയി. ഇന്ന് പകൽ ഇത് വിട്ടിരിക്കുന്ന ചില ദൈവമക്കൾ എസ്തേർമാരാകട്ടെ, നിങ്ങൾ ചിലർ മോർദേക്കായമാരാകട്ടെ, ചിലർ എസ്തേർമാരാകട്ടെ. ഇതൊരു മെഡിക്കൽ കോളേജ് പോലെ ദൈവസഭ, മെഡിക്കൽ കോളേജ് പോലെ കേട്ടോ. ഇല്ല, എല്ലാവരെയും നിങ്ങളെ അവിടെ കൊണ്ടുപോകുന്നു, ഇവിടെ കൊണ്ടുപോകുന്നു, നിങ്ങളെ അനുഗ്രഹിക്കുന്നു, ഞാൻ പ്ലെയിൻ കാണുന്നു, അതിനൊന്നും ഒരു കുഴപ്പമില്ല. നീ പ്ലെയിനോ റോക്കറ്റോ എന്തെങ്കിലും കാണും. എന്താ റോക്കറ്റ് കാണാത്തത്? നിന്നെ റോക്കറ്റ് കാണുന്നു, പ്ലെയിൻ കാണുന്ന ജനത്തെ ആഴമായ ക്ലെൻസിങ്ങിലേക്ക് കൊണ്ടുവന്നാൽ നിന്റെ അനുഗ്രഹങ്ങളൊന്നും മുടക്കത്തില്ല. ബൈബിൾ പഠിപ്പിക്കുന്നത് യോർദാൻ വരുമ്പോഴും, ഫീസ്റ്റുകൾ വരുമ്പോഴും, യുദ്ധം വരുമ്പോഴും, പ്രതിസന്ധി വരുമ്പോഴും നീ നിന്നെ തന്നെ ശുദ്ധീകരിച്ചാൽ ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഇസ്രായേൽ മക്കളുടെ യാത്രയിൽ ഊട്ടനീളം പ്രതിസന്ധി വന്നപ്പം ജനം ഉപവസിച്ചു, ജനം പ്രാർത്ഥിച്ചു, ജനം അവരുടെ വിഗ്രഹങ്ങളെ നീക്കിക്കളഞ്ഞു, ശുദ്ധീകരിച്ചു, ജനം യാഗം നടത്തി, ജനം തന്നെത്താൻ ശുദ്ധീകരിച്ചു. ദൈവം യുദ്ധത്തിൻ്റെ സ്ട്രാറ്റജി പറഞ്ഞു കൊടുത്തതുപോലെ എൽബെഥേൽ ഏജി ചർച്ചിലുള്ള ദൈവമക്കളുടെ മുമ്പിലുള്ള പ്രതിസന്ധികളുടെ മുമ്പിൽ നിങ്ങളെ പ്രതിസന്ധിയെ നോക്കാതെ നിങ്ങളെ തന്നെ ദൈവസ്ഥലിൽ ശുദ്ധീകരിച്ചു കൊടുക്കുക. ദൈവം നിങ്ങൾക്ക് വേണ്ടി അതിനെ ജയിക്കാനുള്ള സ്ട്രാറ്റജി ദൈവം തരും. ഇത്രയും നാളും ഇതൊന്നും അറിയത്തില്ലായിരുന്നല്ലേ? ഫൈറ്റ് ചെയ്ത് റൂട്ട് താഴെ കിടക്കുക. മേളി വരുന്നതിനെ വെട്ടലോടെ വെട്ടാം. മേളിൽ ഒരു മുള വന്നു, വെട്ടി. ഞാനും അങ്ങനെ ആയിരുന്നു. മേളി അടുത്ത മുള വന്നു, ഇവിടെ വെട്ടി. കുറ്റിയിരിക്കുക, ഭയങ്കര കുറ്റിയിരിക്കുക. ഇന്ന് പകൽ കുറ്റിയോടെ വേരോടെ നിന്റെ കുടുംബത്തിൽ നിന്ന് പിടിതുകളാം. വേരോടെ കുടുംബത്തിൽ നിന്ന് പിടിതുകളാം. ആ ഡെലിവറൻസിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാം. ലീഗൽ ഓപ്പണിംഗ്, ഈ ചാപ്റ്റർ അങ്ങ് ഫിനിഷ് ചെയ്യട്ടെ. ലീഗൽ ഓപ്പണിംഗ് ഫോർ ഫാദേഴ്സോ മദേഴ്സോ, പൂർവ്വ മാതാപിതാക്കൾ ഓപ്പൺ ചെയ്ത് കൊടുത്തതായിരിക്കാം ആ ഫാമിലി ട്രീസ്. അല്ലെങ്കിൽ പേരൻസ്, നിങ്ങളുടെ മാതാപിതാക്കൾ കൊടുത്തതായിരിക്കാം, സ്പൗസ് കൊടുത്തതായിരിക്കാം, ചിൽഡ്രൻ കൊടുത്തതായിരിക്കാം, ഫുഡ് വഴി വന്നതാകാം, ആഭരണങ്ങൾ വഴി. ആഭരണം എന്ന് പറയുമ്പോൾ വല്ല കൊത്തുപണിയുള്ളതും ഐഡൽ വർഷിപ്പുമായിട്ടുള്ള വിഗ്രഹങ്ങളെ അതൊക്കെ ബന്ധിപ്പിച്ച കാര്യങ്ങളാണ്. കല്ലും രത്നങ്ങളും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഇന്ന ആൾ കൊടുത്തതും കയ്യിലിടുന്നതും കാലിടുക. ഞാൻ അതിൻ്റെ കാര്യം ഉദ്ദേശിച്ചു കേട്ടോ. കാരണം നിനക്ക് എന്തോ സിദ്ധി കിട്ടും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വഴി. അതിൻ്റെ എല്ലാം പിമ്പിൽ പിശാചുക്കളുണ്ട്. അതിൻ്റെ എല്ലാം പിമ്പിൽ പൈശാച ശക്തിയുണ്ട്. അങ്ങനെ വന്നതെല്ലാം സോഡിയാക് സയൻസ് വഴി കയറി വന്നത്. നക്ഷത്രങ്ങളുടെ പഠിച്ച് അതുവഴി ഭാവി അറിയാൻ, നാളറിയാൻ, നിന്റെ മുൻപോട്ടുള്ളത് അറിയാൻ, നീ നിന്റെ ജീവിതം ഇങ്ങനെ പോയത് നിമിത്തം ദുരാത്മാക്കൾക്ക് ഓപ്പണിംഗ് കൊടുത്തു. ഫ്യൂച്ചർ ടെല്ലിംഗ്, സ്പിരിറ്റ് സ്റ്റോക്ക്, ഗോസ്റ്റ് സ്റ്റോക്ക്, അതുമായിട്ട് കണക്ട് ചെയ്യുന്നത്, ഓജോ ബോർഡ്, ഹിപ്നോട്ടിസം. കേൾക്കുന്നുണ്ടോ? അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം, മരിച്ചു പോയവർ അവർ മടങ്ങി വരത്തില്ല. അതിനുശേഷം കല്ലറകളിൽ പ്രാർത്ഥിക്കാൻ പോയ നിങ്ങൾക്കൊരു ഭാരം വന്നു, അവരുടെ ഓർമ്മ വന്നു, അവർ പോയി, ചിലർ കല്ലറയിൽ പോയി ഒരു പൂവൊക്കെ വെക്കും. പക്ഷെ അവരോട് പ്രാർത്ഥിക്കാൻ പോകുന്ന കാര്യം, അതിന് പോയി കല്ലറ കെട്ടലെന്നൊന്നും അല്ല കേട്ടോ. അവരോടുള്ള മരിച്ചുപോയി, പക്ഷെ അവരോടുള്ള സ്നേഹം നിമിത്തം ഒരു കല്ലറ കെട്ടി. ഇതിൻ്റെ കാര്യമൊന്നുമല്ല ഞാൻ പറഞ്ഞു. കല്ലറകളിൽ പോയി, മരിച്ചിടത്ത് പോയി, കബറിടങ്ങളിൽ പോയി പ്രാർത്ഥിക്കാൻ പോകുന്നത്. നീ അങ്ങോട്ട് ഒറ്റയ്ക്കായിരിക്കും പോകുന്നത്. തിരിച്ച് കുഞ്ഞപ്പന്മാരും കുഞ്ഞമ്മമാരും കൂട്ടിനാണ്. കുഞ്ഞപ്പന്മാർ തന്നെ ആയിരിക്കത്തില്ല,
കുഞ്ഞമ്മമാരും ചിലപ്പോൾ കൂട്ടിന് കാണും. സെമിട്രികളിൽ പോയി പ്രാർത്ഥിക്കുന്നത്, മരിച്ചുപോയവരെ സ്വപ്നം കാണുന്നത്, പഴയ ആൾക്കാർ വരുന്നത്, ഇതൊക്കെ പറയാൻ ഒത്തിരി ഉണ്ട്, പറയാനാണ് ഒത്തിരിയുണ്ട്. ചില വീടുകളിൽ വല്യമ്മമാർ വല്യപ്പന്മാർ മരിക്കാൻ തുടങ്ങുമ്പോൾ അവർക്ക് വിശ്വാസത്തിലൊന്നൊക്കെ വരുന്നതിന് മുമ്പേ, വിശ്വാസത്തിൽ ഇല്ലാത്ത സമയത്ത് അവർ പറയാം, മരിച്ചു പോയവർ എന്നോട് ഇപ്പം ഈയിടെയായിട്ട് വന്ന് പറയുന്നുണ്ട്. ആരൊക്കെയാ? വല്യപ്പന്മാർ, നമ്മുടെ ഇന്നടത്തെ വല്യപ്പൻ, അവർ 3-4 പേര് ഒരുമിച്ച് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മുറി വന്നിട്ട് എന്നോട് പറയും, നിന്നെ ഞങ്ങൾ ഈയിടയ്ക്ക് വിളിക്കാൻ വരും, നീ അങ്ങ് വരണമെന്ന്. ഞങ്ങൾ നിന്നെ വിളിക്കാൻ വരും. അപ്പോൾ ഇവർക്ക് ഇതിൻ്റെ അറിവില്ലാത്തതുകൊണ്ട് എപ്പോഴാണ് വിളി വരുന്നതെന്ന് വെയിറ്റ് ചെയ്തിരിക്കുക. എപ്പോഴാണ് വിളി വരുന്നതെന്ന് വെയിറ്റ് ചെയ്തിരിക്കുക. മരിച്ചുപോയവർ മടങ്ങി വരുന്ന നിങ്ങളോട് വന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ പൈശാചിക ശക്തികളെ നിങ്ങൾ തകർത്ത് കളയണം. നിങ്ങളുടെ സ്വപ്നമണ്ഡലങ്ങളിൽ എവിടെയോ അതിന് ഓപ്പണിങ്സ് ഉണ്ട് കയറി വരാൻ. ആ ഓപ്പണിങ്സിനെ സുബോധത്തിലിരിക്കുമ്പോൾ പ്രാർത്ഥനയിൽ യേശുവിൻ്റെ പരിശുദ്ധ രക്തത്താൽ അടയ്ക്കണം. യേശുവിൻ്റെ രക്തം നിങ്ങളുടെ ജീവിതത്തിന്, നിങ്ങളുടെ ആത്മിക മണ്ഡലത്തിനും ഭൗതിക മണ്ഡലത്തിനും ആ സ്വപ്ന മേഖലകൾക്കും എല്ലാത്തിനും കാവല കേട്ടോ. യേശുവിൻ്റെ രക്തമാണ് ആ സകലത്തെ ജയിക്കാനുള്ള പ്രതിവിധി. യേശുവിൻ്റെ രക്തവും നാമവും. ഇത് മനസ്സിലായോ? ലീഗൽ ഓപ്പണിങ്സിനെ നിങ്ങൾ തകർത്ത് കളയണം. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കൃപയാൽ ഇതിനിങ്ങനെയുള്ള ഇതിനെ ഒത്തിരി ഇപ്പം ഞാൻ ഇന്നല്ല ഇത് വർഷങ്ങൾക്ക് പറയും ദൈവാത്മാവിനെ പഠിപ്പിക്കാൻ തുടങ്ങി, കാണിക്കാൻ തുടങ്ങി. ഞാൻ കണ്ണ് തുറന്ന് നിൽക്കുമ്പോൾ ദുരാത്മശക്തികളെ ദൈവനെ കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ ചിലർ മണ്ടത്തരോ പൊട്ടത്തരോ എന്നൊക്കെ പറയുന്നവരുണ്ട്. നിങ്ങൾ പറഞ്ഞു, കണ്ണ് തുറന്ന് നിൽക്കുമ്പം, എൻ്റെ കണ്ണ് അടച്ചുമ്പോഴല്ല, ആത്മാവിലല്ല, കണ്ണ് തുറന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ചില പർട്ടിക്കുലർ, എല്ലാം എപ്പോഴും കണ്ടിട്ടില്ല, പർട്ടിക്കുലർ സമയത്ത് ദൈവം എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള വീടുകൾ അവരുടെ ലൈഫിൽ വിടുതൽ നടന്നിട്ടുണ്ട്. ഇരുട്ടിൻ്റെ വ്യാപാരങ്ങളെ തകർത്ത് കളയുന്ന തേജസ്സിൻ്റെ വെളിച്ചം നമ്മുടെ ഹൃദയങ്ങളിലും കണ്ണുകളിലും ശോഭിക്കട്ടെ. നിങ്ങളുടെ കണ്ണുകളെ ദൈവം തുറക്കട്ടെ. ഇന്ന് പകൽ നമുക്ക് പ്രാർത്ഥിക്കാം. These spiritual powers is bringing all traditional traps and patterns. കേട്ടോ, വല്യപ്പന്മാരുടെ കുറ്റിയെ കിടന്ന് കറങ്ങാതെ. വല്യപ്പന്മാരുടെ കുറ്റിയില്ലാന്നൊന്നും അറിയത്തില്ല, അപ്പൻ്റെ കുറ്റിയൽ ഒക്കെ പറയാൻ തുടങ്ങിയ ചിലത് അമ്മമാരുടെ ലൈനിൽ നിന്ന് പെൺമക്കളുടെ മീതെ, അപ്പന്മാരുടെ ലൈനിൽ നിന്ന് ആൺമക്കളുടെ മീതെ. ഇതൊക്കെ പഠിക്കാൻ തുടങ്ങിയ വ്യക്തമായിട്ട് കാണാം. ഞാനിതൊക്കെ ജാതികളുടെ കാര്യങ്ങളല്ല പറയുന്നത് കേട്ടോ, നിങ്ങളത് മനസ്സിലാക്കാം. ജാതികളുടെ കാര്യങ്ങളല്ല പറയുന്നത്. നമ്മുടെ വിശ്വാസികളായിട്ട് ആൾക്കാർ ഇതൊന്നും ഇല്ലെന്നേ, ശത്രുവിനെ സ്നാനപ്പെട്ടതോടെ മിസ്രൈമിലെ സൈന്യത്തെ മൊത്തം കൊന്നുകളഞ്ഞു. മിസ്രൈമിലെ സൈന്യത്തെ മൊത്തം നീ കൊന്നുകളഞ്ഞെങ്കിലും നീ അക്കരെ സ്നാനപ്പെട്ടിട്ട് അക്കരെ കയറി. പക്ഷെ നിൻ്റെ കൂടെ സ്വഭാവത്തിൽ മാറ്റം വരുത്താത്തത് കൊണ്ട് പലതും സ്വഭാവത്തിൻ്റെ പിന്നിലുണ്ട്. ഫറവോനെ സൈന്യത്തെ മുക്കിക്കളഞ്ഞു സ്നാനത്തോടുകൂടെ. പക്ഷേ അക്കരെ എത്തുമ്പോഴും ഗിൽഗാലിൽ എത്തുമ്പോഴും ദൈവം പറയാം, ഗിൽഗാലിൽ കടക്കുമ്പോൾ മിസ്രൈമിൻ്റെ നിന്നെ ഇപ്പോഴാണ് മാറ്റിക്കളയുന്നത്. ഈ 42 വർഷം നിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് മിസ്രൈമി സ്വഭാവം ഒറ്റ രാത്രിയും കൊണ്ട് ഇറക്കി. പക്ഷേ 42 വർഷം ദൈവം വെയിറ്റ് ചെയ്തു ഇവരുടെ അകത്ത് കയറിയ മിസ്രൈമി സ്വഭാവത്തെ സ്നാനപ്പെട്ടവരുടെ ലൈഫിൽ നിന്ന് മാറ്റിക്കളയാൻ. മനസ്സിലാവുന്നുണ്ടോ? മന്ന കഴിക്കുന്നുണ്ടായിരുന്നു, കാടപ്പക്ഷിയെ കഴിക്കുന്നുണ്ടായിരുന്നു, പാറയിലെ വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കുടിക്കുന്നുണ്ട്. ക്രിസ്തുവാകുന്ന പാറ, ജീവൻ്റെ അപ്പം, ദൈവ സാന്നിധ്യം. വരുന്ന ക്ലാസ്സിൽ ഇതിനേക്കാട്ടിലും ഡീറ്റെയിൽ ഞാൻ കാണിക്കാം. ആരുടെയെങ്കിലും, പ്രത്യേകിച്ച് ബാംഗ്ലൂർ സിറ്റിയിലകത്തുള്ള ഏതെങ്കിലും ദൈവമക്കൾ, നിങ്ങളൊരു ആത്മീക ആരാധനയിൽ പോകുന്നവരല്ലെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും തലമുറകൾക്കും ഒരു ഉയർച്ചയാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ദൈവവചനം പഠിക്കാൻ ആഗ്രഹമെങ്കിൽ സമർപ്പണത്തോടെ ദൈവസഭയിലേക്ക് വന്നാട്ടെ. ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുക. വേറൊരു ആത്മീയ കൂട്ടായ്മയിൽ പോകുന്നവരല്ലെങ്കിൽ നിങ്ങൾ വന്നാട്ടെ. ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുക, ദൈവവചനത്തിൽ വളരുകയും ചെയ്ത് ദൈവം നിങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കും.
കേട്ടോ. ചിലതിനെ ഡീപ്പിലി പിടിതുകളാണ്, ഈ സ്പിരിച്വൽ ട്രഡീഷണൽ ട്രാപ്പ് കൊണ്ടിരുന്നു. പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ. അപ്പം തിന്നു, പാറയിലെ വെള്ളം കുടിച്ചു. ഇതെല്ലാം കുടിച്ചിട്ടും സാന്നിധ്യത്തിൽ നടന്നിട്ടും ഞാൻ ഗ്രാഫ് ഉൾപ്പെടെ ഇതിനെക്കാട്ടിലും ഡീപ്പ് കാണിക്കാം. ഒരു കൂട്ടർ തകർന്നുപോയി. ഓ ഗോഡ്, നിങ്ങൾ എന്നും ചിന്തിച്ചു, നിങ്ങളുടെ അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും വല്യപ്പനിൽ നിന്നും വല്യമ്മയിൽ നിന്നുള്ള പൂർവികന്മാരിൽ നിന്നുള്ള നല്ല ഗുണങ്ങൾ നമുക്കെടുക്കാം. പക്ഷേ അവരിൽ കൂടെ രഹസ്യത്തിൽ പാപത്തിൻ്റെ പിൻബലത്തിൽ കയറി വരുന്ന പല നെഗറ്റീവ് കേഴ്സിൻ്റെ പാറ്റേൺ നമ്മളിൽ നിന്നത് വേരോടെ പ്രാർത്ഥനയിൽ കണ്ടുപിടിച്ച് പിടിതുകളണം. ട്രഡീഷണൽ സ്പിരിച്വൽ പവേഴ്സ്. ഇതൊരു പക്ഷെ എല്ലാവരുടെയും വീട്ടിൽ അങ്ങനെ കാണത്തില്ലായിരിക്കാം. പക്ഷെ പലരുടെയും ലൈഫിൽ എൻ്റെ ദൈവമേ, ഞാൻ പലപ്പോഴും കാണുക, വല്യപ്പന് ഒരു സമയം കഴിഞ്ഞപ്പം ഭയങ്കര ഏകാന്തതയായി. ഭയങ്കര വീടുണ്ട്, ഒറ്റ വീട്ടിൽ അടച്ചിട്ടിരിക്കുക, ഏകാന്തത. പൈസ ഉണ്ട്, എല്ലാം ഉണ്ട്, ഏകാന്തത. കാരണം ആ വൈഫ് മരിച്ചുപോയി, വല്യമ്മ മരിച്ചുപോയി, മക്കളെല്ലാം ഗൾഫിലാണ്. ഏകാന്തത, നാളുകൾ ഏകാന്തതയുടെ പെയിൻ അനുഭവിച്ചു. ആ വീട്ടിലെ മൂത്ത മകൻ തിരിച്ചു വന്നിട്ട് ആ അപ്പൻ എങ്ങനെ കിടന്ന് ആയോ, പൈസ ഉണ്ട്, ഫുഡും ഉണ്ട് കഴിക്കാൻ, പക്ഷേ ഏകാന്തത, ജയിലായിപ്പോയി. വൈഫ് മരിച്ചുപോയി, മക്കളും പോയി. ഗൾഫിലല്ല, വേറെ സ്ഥലത്താണ്, പക്ഷെ ഏകാന്തത. ഈ പാറ്റേൺ കാണാം ചില വീടുകളിൽ. ഞാൻ കണ്ടുകൊണ്ടിരിക്കുക ചില വീടുകളിലെ പാറ്റേൺ. എനിക്ക് 2 തലമുറ പാറ്റേൺ അറിയാം. ഞാൻ ആവർത്തിക്കപ്പെടുന്ന പ്രോബ്ലങ്ങൾ കണ്ടപ്പോൾ ഞാൻ ചിന്തിക്കാം, ചില വീട്ടിലെ പാറ്റേൺ. അമ്മ കല്യാണം കഴിച്ചു, വിശ്വാസിയുടെ കാര്യമാണ്. അമ്മ കല്യാണം കഴിച്ചു, ജീവകാലത്തിൽ ആ അമ്മയ്ക്ക് ഒരു സ്വസ്ഥത കിട്ടിയിട്ടില്ല. ഭർത്താവ് മദ്യപാനി. ഭർത്താവ് വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ 8-10 വർഷം കഴിഞ്ഞിട്ടാണ് ഗൾഫിൽ നിന്ന് തിരിച്ചു വരുന്നത്. കാരണം പുള്ളി വരത്തില്ല, കാരണം ഇവിടെ വന്ന് നിൽക്കത്തില്ല കേട്ടോ. ഞാൻ ചില പ്രത്യേക സാഹചര്യങ്ങളുണ്ട്, അതിൻ്റെ കാര്യങ്ങളല്ല പറയുന്നത്, ഈ പ്രത്യേക വീടിൻ്റെ കാര്യം. എന്തു പറ്റിയെന്നറിയാമോ? ആ വീട്ടിലെ മോള് കല്യാണം കഴിച്ചു. ആ വീട്ടിലെ മോള് എക്സാക്ട്ലി വിശ്വാസികളാണ്, എന്തൊക്കെയോ സഭയെ കല്യാണം കഴിഞ്ഞ, പക്ഷേ ഭർത്താവുമായിട്ട് പോയി. മകൾ ഏകാന്തതയിൽ കൂടെ പോവും. മകൾ സെയിം പാറ്റേൺ ചില വീടുകളിൽ ആവർത്തിക്കപ്പെടുന്നതാണ്. സെയിം പാറ്റേൺ. ചില വീട്ടിലെ പിള്ളേരുടെ മീതെ രോഗങ്ങൾ. വല്യപ്പന്മാർക്ക് വല്യമ്മമാർക്കുള്ള രോഗങ്ങൾ. ആരോ ഓപ്പണിംഗ് കൊടുത്തു ഈ പാറ്റേൺ ആ വീട്ടിൽ. ഇതൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങിയ എൻ്റെ ദൈവമേ. ചില പർട്ടിക്കുലർ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ അറിയാം ആ ട്രഡീഷണൽ സ്മെൽ. ഇതൊക്കെ നിങ്ങളവർക്ക് എന്തോ പറയുന്നത്, ട്രഡീഷണൽ സ്മെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മെൽ. ആ വീടിനകത്തൊരു ഒരു ഒരു ഗന്ധകമാണ്. ഇവരാ വീട് വിറ്റിട്ട് ഡിസ്ട്രിക്റ്റ് മാറിപ്പോയി, ദേശം മാറിപ്പോയി. എക്സാക്ട്ലി ആ വീട്ടിലും ഗന്ധകം. അതെങ്ങനെ? പക്ഷെ അവരുടെ വേർപ്പായിരിക്കും. വേർപ്പിൻ്റെ സ്മെല്ല് തന്നെയല്ല, വീട് മുറിക്കകത്ത് ഒരു സ്മെൽ. അതങ്ങനെ വരുമായിരിക്കും. കാരണം ചില ആൾക്കാർ, ഇതൊക്കെ നിങ്ങൾ പറഞ്ഞ് എനിക്കറിയാം, ഓരോ കാര്യങ്ങളും പറയുമ്പം സുബോധമില്ലാതെ പറയല്ല, ചെറിയ കാര്യങ്ങളിലൊക്കെ പക്ഷേ ഇതിൻ്റെയൊക്കെ അപ്പുറമാണ്. യേശുവിൻ്റെ നാമത്തിൽ ബ്രേക്ക് പ്രാർത്ഥിക്കാം. അന്യഭാഷകളിൽ പ്രാർത്ഥിച്ച് ഫെമിലിയർ ട്രഡീഷണൽ സ്പിരിറ്റ്സ്, പിതാക്കന്മാരിൽ കൂടെ വന്നത്, മാതാക്കളിൽ കൂടെ വന്നത് അടുത്ത മക്കളിലേക്ക് കൈമാറില്ല. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിനകത്തൊരു മെസ്സേജ് ഇട്ട് തന്നായിരുന്നു. നിങ്ങൾ കണ്ടോന്ന് ഞാൻ അറിയത്തില്ല, കണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ദൈവമക്കൾ അത് കണ്ടെന്ന് തോന്നുക. പാസ്റ്റർ വ്ലാഡ് എടുത്തൊരു മെസ്സേജാണ്.
ഇറ്റ്സ് നോട്ട് സ്റ്റാർട്ടഡ് വിത്ത് മീ. ഈ ട്രഡീഷണൽ സ്പിരിറ്റ് ഞാൻ തുറന്നു കൊടുത്തതല്ല, എന്നിൽ കൂടെ വന്നതല്ല. ബട്ട് ഇറ്റ്സ് ഗോയിങ് ടു എൻഡ് വിത്ത് മീ. നിങ്ങൾ കണ്ടായിരുന്ന മെസ്സേജ്? ഇറ്റ്സ് ഗോയിങ് ടു എൻഡ് വിത്ത് മീ. അദ്ദേഹം എക്സാക്ട്ലി ഞാൻ ഈ പഠിപ്പിച്ച ആ എസ്തറിൻ്റെ പുസ്തകത്തിൻ്റെ കാര്യം ഞാനിത് കണ്ട് ഷോക്കായിപ്പോയി. എൻ്റെ ദൈവം, ഞാൻ പുള്ളിയുടെ മെസ്സേജ് കേട്ടിട്ടല്ല, പുള്ളി ഏതോ സമയത്തെടുത്ത് എൻ്റെ കയ്യിൽ ഞാനിങ്ങനെ റാൻഡംലി ചെക്ക് ചെയ്തപ്പോൾ ഈ മെസ്സേജ് കേട്ടു. എനിക്ക് കേൾക്കണമെന്ന് കേട്ടപ്പോൾ ഞാൻ ഷോക്കായിപ്പോയി. എൻ്റെ ദൈവമേ, എസ്തറിൻ്റെ പുസ്തകത്തിൻ്റെ ചരിത്രം. അദ്ദേഹം വേറൊരു ആംഗിളാണ്, ജനറേഷണൽ പ്രോബ്ലത്തിൻ്റെ ആംഗിളാണ് എടുക്കുന്നത്. ഞാൻ സ്പിരിച്വൽ വാർഫെയറിൻ്റെ ആംഗിളിലാണ് ഞാൻ എടുത്തത്. എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു തന്ന, ഞാൻ പുള്ളിയുടെ വീഡിയോ കണ്ടിട്ട് മെസ്സേജ് ഉണ്ടാക്കിയൊന്നുമല്ല. എനിക്ക് അങ്ങനെ പരിപാടിയേ ഇല്ല. എൻ്റെ മെസ്സേജുകൾ മൊത്തം പരിശുദ്ധാത്മാവ് എനിക്ക് തരുന്നു. പരിശുദ്ധാത്മാവ് എനിക്ക് തരുന്നു. തന്നു കഴിയുമ്പോൾ ഞാൻ അതിൻ്റെ ചരിത്രങ്ങളും പല കാര്യങ്ങളും പഠിക്കും. പക്ഷെ ദൈവം എൻ്റെ ഉള്ളിൽ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്ക് അതിനകത്ത് പ്രാർത്ഥിക്കാൻ റൈറ്റ് ഇല്ല. പ്രാർത്ഥിച്ചേ. നിങ്ങളുടെ കുടുംബത്തിനകത്തൂടെ ചില മക്കൾ തീരുമാനമെടുക്കും. എൻ്റെ അപ്പന്മാർക്ക് ഉള്ള ആ പാറ്റേണിൽ ഞാൻ കിടക്കാതെ ജീവൻ്റെ വചനം പറഞ്ഞേക്കുന്നത്, നീ പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെടുമെന്ന്. നിൻ്റെ തലമുറയിൽ നീ ഒരു അനുഗ്രഹമായിരിക്കും. നിൻ്റെ സ്കൂളിൽ പഠിച്ച ഒരു കൂട്ടുകാരനും ചെന്നെത്താൻ പറ്റാത്തടത്ത് നീ ചെന്നെത്തും. നിൻ്റെ സ്കൂളിലും കോളേജിലും പഠിച്ചവർക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഹയർ ക്വാളിറ്റി തോട്ട്സ് ദൈവം നിൻ്റെ ചിന്തകളിൽ തരും. നിൻ്റെ കൂട്ടുകാർ ചിന്തിച്ചിട്ടില്ലാത്ത, കയറിയിട്ടില്ലാത്ത ആരാ നിന്നെ ഇവിടെയല്ലേ എത്തിക്കുന്നത്? നീ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിനക്ക് ആലോചന തരുമ്പോൾ, നിന്നെ താഴെ പിടിച്ചു കെട്ടിയ സകല കുറ്റിയെയും വേരിനെ നീ പിഴുതു കളഞ്ഞപ്പം ദൈവവചനം നിന്റെ മീതെ നന്മയായി പെയ്തിറങ്ങി. ഹല്ലേലൂയ. ഹയർ റിലത്തിൽ പോകാൻ ഈ ട്രഡീഷണൽ സ്പിരിറ്റ്സിനെ തകർത്തുകളാം. നിങ്ങൾ മനസ്സിലാക്കണം, നമുക്ക് പോരാട്ടം ജഡരക്തങ്ങളോടല്ല. നിങ്ങൾ ഫ്ലഷിനോടും ബ്ലഡിനോടും അല്ല പോരാട്ടം ചെയ്യേണ്ടത്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, നമ്മുടെ പോരാട്ടത്തിനുള്ള ആയുധങ്ങൾ തന്നിരിക്കുന്നത് ആത്മമണ്ഡലത്തിലാണ്. അത് ഭൗമിക മണ്ഡലത്തിൽ വർക്കാകത്തില്ല. നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, പക്ഷെ കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവയാണ്. കോട്ടകളെന്ന് പറയുമ്പോൾ സങ്കല്പങ്ങളും ആ കാര്യങ്ങൾ നമ്മുടെ തലയ്ക്കകത്തുള്ള പല ഇമാജിനറി വേൾഡും പല കാര്യങ്ങളും. പക്ഷെ അത് മാത്രമല്ല, ആത്മമണ്ഡലത്തിലുള്ളതിനെ കൂടെ ഇടിക്കാൻ പകൽ പ്രാർത്ഥിച്ച്, അന്യഭാഷകളിൽ പ്രാർത്ഥിച്ച്, നസ്രേനായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. എങ്ങനെയൊക്കെയോ ചിലരുണ്ട് വിക്ടിംസ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞെന്ന് തോന്നുന്നു, വിക്ടിംസ്. ചിലർ ആത്മമണ്ഡലത്തിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടെങ്കിലും ഇന്നും പിശാചിൻ്റെ ഇരകളായി ജീവിക്കുന്നവരുണ്ട്. വിക്ടിമായി ഇരകളാണ്. മറ്റു ചിലർ വിക്ടിമല്ല, എന്നും വിക്ടിമാവോ ചിലർ. മറ്റു ചിലർ വിക്ടിമല്ല, മറ്റു ചിലർ സർവൈവറാണ്. സർവൈവ് ചെയ്ത് പോവാം. നീ സർവൈവർ അല്ല. എൽബദേൽ ഏജിലിരിക്കുന്നവർ വിക്ടിമോ അല്ല, സർവൈവറും അല്ല. അടുത്തവരെ കുറിച്ച് പഠിപ്പിക്കുന്ന ചിലർ ഓവർകമറാണ്. പലതിനെയും ചാടിക്കടന്നങ്ങ് പോവും, തൊടത്തില്ല. ചാടിക്കടന്ന് രക്ഷപ്പെട്ടങ്ങ് പോവും, ജയിച്ചങ്ങ് പോവും. പക്ഷെ നീ ഓവർകമറുമല്ല. നീ വിക്ടിമല്ല, സർവൈവർ അല്ല, നീ ഓവർകമറുമല്ല. അടുത്ത ലെവലാണ്. യു ആർ മോർ ദാൻ എ കോൺകറർ. നീ ജയാളി, സകലത്തെ ജയിച്ച ജയാളിയുടെ മകനാ. യു ആർ എ മോർ ദാൻ എ കോൺകറർ. കേട്ടോ, നിന്റെ നേരെ വരും. ഒരു വഴിയായി അവൻ വരും, 7 വഴിയായി ഓടിപ്പോകും. 3 വഴിയായിട്ടല്ല, 2 വഴിയായിട്ടല്ല, 7 വഴിയായി. യു ആർ പെർഫെക്റ്റ് പേഴ്സൺ. നിന്റെ ഉള്ളിൽ കർത്താവിൻ്റെ ഒന്ന് പ്രാർത്ഥിച്ച്, ഈ കേട്ട വചനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരട്ടെ. നിങ്ങളൊരു അനുഗ്രഹമാണ്. വചനം നിങ്ങളെ സൗഖ്യമാക്കും. വചനം നിങ്ങളെ വിടുവിക്കും. വചനം നിങ്ങളെ ബലപ്പെടുത്തും. വചനം നിങ്ങളെ ചൊത്തും. വചനം നിങ്ങളെ മുറിക്കും. പക്ഷെ മുറിക്കുക മാത്രമല്ല, വചനം നിങ്ങളെ മുറിവിനെ കെട്ടും. വചനം നിങ്ങളെ ബലപ്പെടുത്തും. എന്തിനാ?
നീ മുറിവേറ്റവനായി വീണും എഴുന്നേറ്റും ഓങ്ങി ഓങ്ങി ഓടാനല്ല, നീ കുതിച്ചോടാൻ. വചനം നിന്റെ സകല പഴുപ്പിനെയും, നിന്റെ പിതാക്കന്മാർക്ക് കിട്ടാത്ത ഡിവൈൻ ഹീലിംഗ് സ്വീകരിച്ച് 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 നിങ്ങളുടെ മീതെ ദൈവം തരട്ടെ. ഓ, ദ ഡിവൈൻ ഓപ്പണിംഗ്, ശുശ്രൂഷയുടെ ഓപ്പണിംഗ് തടയുന്ന ദുരാത്മാക്കൾ, ട്രഡീഷണൽ സ്പിരിറ്റ്സ്, ദേശത്തിന്റെ സ്പിരിറ്റ്സ്. ചിലത് ട്രഡീഷണൽ സ്പിരിറ്റ്സ് എന്ന് പറയുമ്പോൾ കുടുംബത്തിലെ സ്പിരിറ്റ്സ് ഉണ്ട്, മറ്റു ചിലത് ദേശത്തിന്റെ മീതെ കിടന്ന സ്പിരിറ്റ്സ്. യേശുവിന്റെ നാമത്തിൽ കുഴിക്കാലയുടെ മീതെ വ്യാപരിച്ചുകൊണ്ടിരുന്ന ട്രഡീഷണൽ സ്പിരിറ്റ്സ് ഞങ്ങളുടെ മീതെ ബ്രേക്ക് ആവാം. ട്രഡീഷണൽ സ്പിരിറ്റ്സ്, കടഞ്ചേരി പട്ടണവുമായിട്ട് ബന്ധപ്പെട്ട് വ്യാപരിച്ച ട്രഡീഷണൽ സ്പിരിറ്റ്സ്, ഈജിപ്തിന്റെ മീതെ വ്യാപരിച്ച സ്പിരിറ്റ്സ് അല്ല, വീടിന്റെ മീതെ വ്യാപരിച്ച സ്പിരിറ്റ് അല്ല, നിങ്ങൾ പാർത്ത വീടുകൾ, നിങ്ങൾ വസിച്ച വീടുകൾ മാത്രമല്ല, ദേശത്തുനിന്ന് വന്ന ഇന്ന് കണ്ട മിസ്രൈമിനെ, ഈജിപ്തിനെ നീ ഒരു നാളും കാണാതെ വന്നു. പ്രാർത്ഥിച്ച് ആ കരങ്ങളെ തട്ടി ഒരല്പസമയം ഈ ദൈവമക്കളുടെ മീതെ വിടുതലാകട്ടെ, ഡെലിവറൻസ് ആകട്ടെ. എല്ലാ ട്രഡീഷണൽ സ്പിരിറ്റ്സ് കൊണ്ടുവന്ന രോഗങ്ങൾ, ആക്സിഡന്റുകൾ, ഫാമിലി പ്രോബ്ലം, ഡൈവോഴ്സ്, അറ്റാക്സ്, ആക്സിഡന്റ്, ബൗണ്ടറി, ടെംപ്ടേഷൻസ്, സകലത് മുതലായവ യേശുവിൻ നാമത്തിൽ ഈ ദൈവമക്കളുടെ മീതെ തകരട്ടെ. ക്രൂശിലെ രക്തത്തിൽ ബ്രേക്ക് ആകട്ടെ, തകർന്നു പോകട്ടെ. ലീഗൽ ഓപ്പണിങ്ങൾ തകരട്ടെ. ഈ ദൈവമക്കൾക്ക് വേണ്ടി ദൈവത്തോട് ഞാൻ അപേക്ഷിക്കുക. ഈ ദൈവമക്കൾ വിടുതലാകട്ടെ, അവരനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവേ, എല്ലാ അസൂയയുടെ വ്യാപാരങ്ങൾ നിമിത്തം, എല്ലാ ജലസി, കർത്താവേ, എല്ലാ തരത്തിലുള്ള സോളിഷ് പ്രയർ നിമിത്തം കയറി വന്ന സ്പിരിച്വൽ അറ്റാക്കുകളെ, ശൗലിന്മാരുടെ പ്രാർത്ഥന നിമിത്തവും കയീന്മാരുടെ പ്രാർത്ഥന നിമിത്തവും, കർത്താവെ, അസൂയ നിറഞ്ഞ പിശാച് ഉപയോഗിച്ച പല അവന്റെ ഏജന്റുമാർ നിമിത്തം വന്ന പ്രാർത്ഥനകളെ, ശുശ്രൂഷയ്ക്കെതിരെ, ജീവിതത്തിനെതിരെ, ഉയർച്ചയ്ക്കെതിരെ വന്ന പ്രാർത്ഥനകളെ നസ്രേനായ യേശുവിന്റെ നാമത്തിലും രക്തത്തിലും ഇനി ഒരു കാലത്തും അത് ഞങ്ങളുടെ അടുക്കൽ വരാതെ വണ്ണം അവയെ ഞങ്ങൾ വേരോടെ പിടിത് കടലിക്കളയുക. അവയെ ഞങ്ങൾ എന്നേക്കുമായി വേരോടെ പിടിത് കടലിക്കളയുക. ദൈവസഭയിൽ നിന്ന് അത് വിട്ടുപോകട്ടെ. അസൂയയുടെ ദുരാത്മാക്കൾ, ഇൻസെക്യൂരിറ്റിയുടെ ദുരാത്മാക്കൾ, ഈഗോയുടെ ദുരാത്മാക്കൾ, സകല ഫ്ലഷ് തരത്തിലുള്ള അറ്റാക്കുകൾ, സോളിഷ് പ്രയറുകൾ, അവയെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നു. ഞങ്ങളുടെ മീതെ പരിശുദ്ധാത്മാവിന് മാത്രമേ, യേശു കർത്താവിന് മാത്രമാണ് പൂർണ്ണ നിയന്ത്രണം. ഞങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ആലയമാ, യേശുവിന്റെ വകയാ. ഈ ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്ന് പകൽ അവരെ അനുഗ്രഹിക്കുന്നു. ഇവരുടെ മീതെ സ്വർഗീയ കാവൽ ഇവർക്ക്, ഇവരുടെ കുടുംബത്തിനും റിലീസ് ചെയ്യുന്നു. കർത്താവ്, ജനം വിടുതലോടുകൂടെ പോട്ടെ. മഹത്വം ദൈവം എടുക്കണമേ. കർത്താവ്, പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. എല്ലാ ബഹുമാനവും ഞങ്ങൾ അങ്ങേക്ക് മാത്രം അർപ്പിക്കും. കൃപയിൽ പൊതിഞ്ഞാട്ടെ. തവിനത്തെ ആരാധന ഏറ്റവും അനുഗ്രഹമായി തീർന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ നല്ല പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ.